ഇനിയോ നിങ്ങൾക്ക് കേൾക്കണോ? വേറൊരു മൂപ്പര് പറയുന്നു, ഇതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ്, പടച്ചവനെ പേടിക്കണോ? ഇപ്പോഴൊരു ലോകമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെയാണ് നമ്മളെ പ്രശ്നം. ഈ കോഴിക്കോട്ടെ പ്ലാറ്റ്ഫോമിൽ വെച്ച് ചേകനൂരിനെ കണ്ടപ്പോ അസ്സമൂലര് ചോദിച്ചു അത്രേ, അല്ല ചേകനൂര്, നിങ്ങൾ വാക്കിയാത്ത് പഠിച്ച ആളല്ലേ, നമ്മൾ നേരത്തെ പലവട്ടം കണ്ട ആളല്ലേ, ഇപ്പോൾ വാദപ്രതിവാദമല്ല, ഞാൻ സ്വകാര്യമായിട്ട് നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, 5 വക്കത്ത് നിസ്കാരം എന്ന് പറഞ്ഞത് 3 വക്കത്താക്കിയ പടച്ചോനെ പേടിക്കണ്ടേ? അള്ളാന്റെ കോടതി ഇല്ലേ? നിങ്ങൾക്ക് അള്ളാന്റെ കോടതിയെ പേടിയില്ലേ? അപ്പൊ മെല്ലെ ചെവി ഇങ്ങനെ പിടിച്ചിട്ട് അസമൂല്യരോട് ചേകനൂര് പറഞ്ഞു അത്രേ, അസമൂല്യരെ അള്ളാന്നൊരു ചിന്തപ്പന്റെ മനസ്സില്ല. അതാണ് ശരി, അവിടെയാണ് വിഷയം. അതാ വിഷയം. അള്ളാന്റെ ഹബീബിനെ പറ്റി കളവ് പറഞ്ഞാൽ ഇത് വളരെ ഗൗരവല്ലേ? പറയാ, വിളിച്ചപ്പോ പറയാ, അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ട ആവശ്യമില്ല. അതിന്റെ അർത്ഥം എന്ത് വാക്കാണത്? തനി വ്യാജമാണെന്ന് ബോധ്യപ്പെട്ട, മനസ്സിലായില്ലേ? അപ്പറഞ്ഞ് തനി വ്യാജാന്ന് ഞാൻ ആദ്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. നിങ്ങൾ വന്നോ കണ്ടോ ചെലവ് ഞങ്ങൾ ഇടാന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് തനി വ്യാജാന്നല്ലേ ഇപ്പൊ പറയുന്നത്? പറഞ്ഞു. ഇനി ഒന്നും കൂടി ചോദിക്കട്ടെ, നിങ്ങൾക്ക് ബോധ്യപ്പെടെങ്ങനെ? ഉറങ്ങുന്നവനെ പോയി വിളിച്ചുണർത്താം. ഉറങ്ങും പോലെ കിടക്കുന്നവനെ എങ്ങനെ ഉണർത്താൻ കഴിയും? ഉറങ്ങുന്നവനെ അല്ലേ ഉണർത്താൻ കഴിയൂ? ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ കഴിയോ? നിങ്ങൾ അവിടെ വായിച്ച സനത് വായിക്കാൻ അറിയില്ല, അർത്ഥം പറയാൻ അറിയില്ല, പോകട്ടെ ഒരു കിതാബ് കിട്ടിയപ്പോ ഇതാരാ എഴുതിയെന്ന് നോക്കാൻ അറിയില്ല. നിങ്ങൾക്ക് ഞങ്ങൾ എങ്ങനെ ബോധ്യപ്പെടുത്തും? ബോധ്യപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്യല്ലേ? ഇനിയോ? ഇനി അടുത്തത് EK ഉസ്താദിന്റെ പേര് ഈ മൗലവി ഒരു സംഗതി പറയുന്നുണ്ട്. ഈ മൗലവില നേരെ മുമ്പ് കേട്ട പോലെ അത് എത്രത്തോളം ശരിയാണ് എന്നത് വളരെ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. പക്ഷേ ഞാൻ അതിനെ സംബന്ധിച്ച് ഒന്നുകൂടി പഠിച്ചപ്പോ എനിക്കതിനെ സംബന്ധിച്ച് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. എന്താ വിഷയം എന്നറിയോ? കൊരൂർ ഷെയ്ഖ് എന്നൊരു കൂട്ടറുണ്ടായി. പണ്ട് ഞാൻ ഇവിടെ സിറാജിലോ തുടങ്ങിയ ഉടനെ എന്നെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഓർമ്മ ഉണ്ടോ? കൊരൂർ ഷെയ്ഖ്. ഈ കൊരൂർ ഷെയ്ഖിന്റെ ആൾക്കാർ, കൊരൂർ എന്ന് പറഞ്ഞാൽ കൊടുവള്ളിയാണ്, കൊരൂർ ഷെയ്ഖിന്റെ ആൾക്കാർ വലിയ പേശ പ്രസ്ഥാനം. അവർക്കെതിരെ കാന്തപുരത്ത് പള്ളിയിൽ ജുമാ തുടങ്ങി സ്ഥാപിച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ച ആളാണ് മർഹൂം EK അബൂബക്കർ മുസ്ലിയാർ. അല്ലാഹു അദ്ദേഹത്തിന്റെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ആ EK ഉസ്താദിന് നന്നായിട്ട് അറിയാം കാന്തപുരത്ത് ഈ കൊരൂർ ഷെയ്ഖിന്റെ ആൾക്കാരുണ്ട്. കാരണം കളത്തിൽ സെയ്ദ് ഹാജി എന്ന് പറഞ്ഞ ആളെ മകളെയാണ് ഷെയ്ഖിന്റെ മോൻ കെട്ടി. അപ്പൊ കാന്തപുരത്തെ അതിന്റെ ആളുണ്ട്. അവർക്കവിടെ ഇന്നും അവിടുത്തെ പഴയ പള്ളി വല്ല അവര് കയ്യിലാക്കി. ഇങ്ങനെ കൊരൂർ ഷെയ്ഖിന്റെ ആൾക്കാരെ കയ്യിലാണ് കാന്തപുരത്തെ പഴയ പള്ളി ഉള്ളത്. ശരിക്കും മനസ്സിലാക്കണം. എങ്ങനെ? അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ രേഖയല്ലേ കോടതി നോക്കുക, അല്ലാതെ ഇത് ശരിയും തെറ്റുമല്ലോ. പണ്ട് എന്നോട് സുബ്രഹ്മണ്യം വക്കീൽ പറഞ്ഞതാ, എന്ത് സത്യക്കോടതിയല്ല ന്യായക്കോടതിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞ. സുബ്രഹ്മണ്യം വക്കീൽ അയാൾ മരിച്ചുവെങ്കിലും അത് പറഞ്ഞെങ്ങനെയാ? ന്യായക്കോടതിയാണ്. ന്യായക്കോടതി പറയൂ. ഇപ്പൊ ഞാൻ പറഞ്ഞൊരു അർത്ഥം അതാണല്ലോ കോടതി. അപ്പൊ കോടതി മുഖേന ഈ പള്ളി കൊരൂർ ഷെയ്ഖിന്റെ ആൾക്കാർക്കാണ് കിട്ടിയത്. അങ്ങനെ ചിലപ്പോ സംഭവിക്കൂലേ? ഇപ്പോ സമസ്ത കോടതി മുഖേന ചിലപ്പോ ചില ആളുകൾക്ക് അതിന്റെ രേഖയൊക്കെ കിട്ടിക്കൂടാന്നോ, അല്ലെങ്കിൽ കിട്ടിന്നൊക്കെ വരാം. പക്ഷെ സമസ്ത എന്ന് പറയുന്നത് എന്താ? അതൊരാശയമാണ്, ഒരാദർശമാണ്, അതിനുവേണ്ടിയുള്ള കൂട്ടായ്മയാണ്. അതെവിടെയുള്ളതെന്ന് മനുഷ്യന്മാർക്കൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ. ഇരിക്കട്ടെ സുഹൃത്തുക്കൾ. അപ്പൊ കോടതിയിൽ നിന്ന് കിട്ടിയത് കൊണ്ട് കൊരൂർ ഷെയ്ഖിന്റെ ആൾക്കാർ ശരിയായ ആളൊന്നും ആവൂല, അത് വേറെ വിഷയം. അപ്പൊ പഴയ പള്ളി കൊരൂർ ഷെയ്ഖിന്റെ ആൾക്കാർ കയ്യിലാക്കി. അങ്ങനെ കയ്യിലാക്കിയപ്പോ അവിടെ ഒരു പുതിയ ജുമയും ഒരു പള്ളിയൊക്കെ തുടങ്ങണ്ടേ? അതിന് EK ഉസ്താദ് പോയി ജുമാ തുടങ്ങി. അങ്ങനെ കൊരൂർ ഷെയ്ഖിന്റെ ആൾക്കാരെ ചെറുള്ളത് കൊണ്ട് അതിനെ ശരിക്കും നെഞ്ഞൂക്കൂടെ നേരത്തെ പണ്ഡിതനാണ് EK മുസ്ലിയാർ. ഈ EK മുസ്ലിയാർക്ക് അറിയാം അവിടെ കാന്തപുരത്ത് കൊരൂർ ഷെയ്ഖിന്റെ പല ആൾക്കാരുണ്ട്. അപ്പൊ മൂപ്പരെന്ത് ചെയ്തു? ഏതോ ഒരു സ്ഥലത്ത് പറഞ്ഞ് കാന്തപുരത്തും ഇനി ഒരു ബാബച്ചി വരുന്നു. ഇത് ഇവരെന്ത് ചെയ്യുന്ന അറിയോ? ലമീർ കാന്തപുരത്തായിലേക്ക് മനസ്സിൽ. ഇവർക്ക് അങ്ങനെയാണല്ലോ, എന്ത് വടക്കും ലമീർ ഉണ്ടെങ്കിലും അങ്ങോട്ടല്ലേ മനസ്സിലാവും. അതൊന്ന് കേട്ടോളി. വിശദീകരിച്ചുകൊണ്ട് ശൈഖുന പറഞ്ഞു, എടാ അതൊരു കോരൂർ ബാബിച്ച്, ഇവിടെ ഇനിയൊരു കാന്തപുരം ബാധിച്ച് വരും എന്ന്. ഇവിടെ ഇങ്ങനെ ഒരു കാന്തപുരം ബാധിച്ച് വരികയാണ്. സംശയിക്കുന്നു.
മഹാന്മാരായ മുറബ്ബിയായ മശായിഖന്മാർ ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ പോലെയുള്ള തരീഖത്തിന്റെ മശായിഖന്മാർ നൂരിശ തെർബിയത്തിനെ വാദിച്ചത് കൊണ്ടാണ് നമ്മൾ എതിർത്തത്. നൂരിശ തെർബിയത്തിനെ വാദിച്ച് ഞാൻ മുറബ്ബിയായ ശൈഖാണെന്ന് പറഞ്ഞു. അതാ എതിർക്കാനുള്ള കാരണം. ഇത് ഈ മുറബ്ബിയായ മരിച്ചുപോയ മശായിഖന്മാരുടെ കൂട്ടത്തിൽ മുശാവറയിൽ ഷൂറയിൽ മെമ്പറായിട്ട് രാത്രി പോകത്തക്ക രീതിയിലുള്ള സംവിധാനം ഇയാൾക്ക് ഉണ്ടെങ്കിൽ അത് മിസ്റ്റർ AP തുറന്നു പറയണം. ഞങ്ങൾക്ക് തീരുമാനം വേറെ ഉണ്ടാക്കാണ്ട് ഇതല്ലാത്ത തീരുമാനം ഉണ്ടാക്കാണ്ട് സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസമല്ല അപ്പം ഉണ്ടാകുക. അപ്പൊ ഞങ്ങൾക്ക് തീരുമാനം വേറെ ഉണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ കുറെ നല്ല മനുഷ്യന്മാരുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അവരെ രക്ഷിക്കണം, അതിന്റെ ബാധ്യത ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അത് തുറന്നു പറയാൻ ഈ കണ്ട സ്വപ്നങ്ങളും ഈ കണ്ട് കാണപ്പെട്ട കാര്യങ്ങളും ഒക്കെ, ആ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ഞാനും അംഗീകരിക്കുന്നു എന്ന് പറയണം. അങ്ങനെയാണ് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി ആദ്യം നബിയാണെന്നും ബാധിച്ചിട്ടില്ല. ആദ്യം ചെറുങ്ങനെ തുടങ്ങുകയാണ്. പിന്നെ അണികളൊക്കെ പറഞ്ഞു ഞങ്ങൾ സ്വപ്നം കണ്ടുക്കണു, നിങ്ങൾ വലിയ ആളാന്ന് സ്വപ്നം കണ്ടുക്കണു തന്നെ. അപ്പൊ പിന്നെ കുറച്ചൊന്ന് പൊങ്ങിയതിന് ശേഷം പിന്നെ അപ്പോഴും അയാൾ ഖത്മുൻ നുബുവത്ത് അംഗീകരിച്ചിരുന്നു എന്നാ ചരിത്രം. ഖത്മുൻ നുബുവത്ത് അംഗീകരിച്ച കാസിമി അങ്ങനെയുള്ള കാര്യം കാസിമിക്കാ കൂടുതൽ അറിയാം. ഖത്മുൻ നുബുവത്ത് അംഗീകരിച്ചിരുന്നു എന്നതാണ് സത്യം. പിന്നീട് എല്ലാരും കൂടി പറഞ്ഞു അല്ല നിങ്ങൾ അത് തന്നെയാണ്. അപ്പൊ ആ സമയത്ത് മൂപ്പർക്കാണ് തോന്നിയതാ എന്നാ പിന്നെ അങ്ങനെ ആയിട്ടാൽ എന്താണ് മനസ്സിലായില്ലേ? കാന്തപുര ഉസ്താദിനെ മിസ്റ്റർ എന്ന് വിളിച്ചിട്ട് മൂപ്പരൊന്ന് ജോറായതാ. എന്താ പറഞ്ഞത്? EK ഉസ്താദിന്റെ പേരിൽ പച്ചക്കള്ളം. അല്ലെങ്കിൽ EK ഉസ്താദ് അന്ന് കാന്തപുരത്തുള്ള കൊറൂർ ശൈഖിന്റെ ആൾക്കാരെ പറ്റി പറഞ്ഞു. അല്ലാതെ EK ഉസ്താദിന്റെ കീഴിൽ ജോയിന്റ് സെക്രട്ടറി ആയി സമസ്തയിൽ എത്രയോ കാലം പ്രവർത്തിച്ച EK ഉസ്താദ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് സ്വീകരിച്ചു കൊണ്ടുവന്ന അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടിയ പണ്ഡിതനുണ്ടെങ്കിൽ അത് കാന്തപുര ഉസ്താദ് മാത്രമേ ഉള്ളൂ. നിഷേധിക്കാൻ കഴിയോ? നിങ്ങൾ EK ഉസ്താദ് വലിയ മഹാനായ വലിയാണ്, മുറബിയാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ EK ഉസ്താദ് പിൽക്കാലത്ത് വരുന്നത് മുൻകൂട്ടി അറിഞ്ഞു എന്നല്ലേ നിങ്ങളിപ്പോ പറഞ്ഞ്? പിന്നീട് ഒരു കാന്തപുരം അപ്പോ പിൽക്കാലത്തിൽ അറിയുന്ന മേലാൽ വരുന്ന വിഷയം പറഞ്ഞോവർ. അങ്ങനത്തെ മക്കാമുള്ള EK ഉസ്താദ് കാന്തപുരം ഉസ്താദിനെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് സ്വീകരിച്ചു കൊണ്ടുവരുമോ? കൊണ്ടുവന്ന് എല്ലാവരും കണ്ടല്ലേ? അപ്പോ മേലാൽ വരുന്ന വിഷയം പറഞ്ഞോവർ എന്ന മക്കാമിലാണെന്ന് നിങ്ങൾ പറയുന്ന EK ഉസ്താദ് കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ച് ഇങ്ങനെ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നിങ്ങളെ കഥ നമ്മൾ ഇതുവരെ കണ്ടതല്ലേ. വിശ്വസിക്കാൻ പറ്റാത്തവനെ വിശ്വസിക്കാൻ പറ്റും. ഇങ്ങനെ ഞാൻ പറയാണ് സുഹൃത്തുക്കളെ. എന്നിട്ട് ഉസ്താദിന്റെ സൗണ്ട് ഒന്ന് എടുത്തു നോക്കി മൂപ്പരി. ആദ്യം ദുനിയാവിൽ ഒരാൾക്ക് കഴിയൂലട്ടോ. എന്നിട്ട് പാവം എന്നിട്ട് എന്താ ചെയ്തത്? മൂപ്പാരി മേലാൽ വരുന്ന വിഷയം പറഞ്ഞവർ EK മേലാൽ വരുന്ന വിഷയം പറഞ്ഞു. അത് വലിയ മഹാന്മാർക്ക് ഉണ്ടാകുന്ന ഒരു പവറാ. അപ്പൊ EK ഉസ്താദ് ഒരു തെർബിയത്തിന്റെ ശൈഖിന്റെ മഖാമിലേക്ക് മേലാൽ വരുന്ന വിഷയം പറഞ്ഞവർ എന്ന മഖാമിലേക്ക് ഉയർത്തിക്കൊണ്ട് ഇയാൾ സംസാരിച്ചു. AP ഉസ്താദിനെ മിസ്റ്റർ എന്ന് വിളിച്ചിട്ടുണ്ടായ സംഭവം പറയും. എന്താ എന്ത് ചെയ്തു? ഞമ്മക്കൊരു സർട്ടിഫിക്കറ്റ്, നമ്മളെ കൂട്ടത്തിൽ ധാരാളം നല്ല മനുഷ്യന്മാരുണ്ട്. നിങ്ങളെ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും നല്ലവര് തന്നെ. ഞാൻ പറയട്ടെ, നല്ലവരേത് കൂട്ടത്തിലുണ്ടാകാം, അല്ലാത്തവർ അല്ലാഹു തആല എല്ലാവരെയും നന്നാക്കട്ടെ, നിങ്ങളെയും അല്ലാഹു നന്നാക്കട്ടെ. ആരും അങ്ങനെ സർട്ടിഫിക്കറ്റ് ഒന്നും ആർക്കും ആവശ്യമില്ല. അതേ സമയത്ത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഞാൻ പറയുന്ന വിഷയം. ആയൂട്ടാൽ എന്താണെന്ന് തോന്നിയല്ലോ. ഇത് മൂപ്പര് വരെ തെർബിയത്തിന്റെ മഖാമിലേക്ക് വന്നാല് നമുക്ക് വേറെ തീരുമാനം എടുക്കാനുണ്ട്. തീരുമാനം എടുക്കേണ്ട ഹോജ. ഇനി ഒന്നും കൂടി പറയാം. എന്താ തീരുമാനം എടുക്കുമ്പോ ശ്രദ്ധിച്ച് തീരുമാനിക്കും. പണ്ടെടുത്ത പോലെ ആയിപ്പോണ്ട. കാരണം ശംസിയ്യ തരീഖത്തുകാർ കാഫിറാണ് നിങ്ങൾ ഫത്വ കൊടുത്ത്. നിങ്ങളെ സമസ്ത കുറെ കൊല്ലം കഴിഞ്ഞപ്പോ സമസ്ത ഫത്വ പിൻവലിച്ചിരിക്കുന്നു എന്ന് പേപ്പറിൽ ഒരു കൂട്ടരുകൾ കാഫിറാക്കി. എന്നിട്ടത് പിൻവലിച്ചു. ഇങ്ങനത്തെ ഒരു ഗതികേട് സമസ്തക്കില്ലട്ടോ, ശരിയായ സമസ്തക്ക് ഇല്ലില്ല. അങ്ങനെ ഇന്നുവരെ പിൻവലിച്ചിട്ടില്ല നിങ്ങളല്ലാതെ. പിന്നെയോ കാദിയാനില്ലേ, കാദിയാനി കൊടിയത്തൂറിൽ എന്തേന്ന് മുബാഹല. ആ മുബാഹലക്ക് നിങ്ങൾ അനുവദിച്ചില്ലേ, നിങ്ങൾ അനുകൂലിച്ചില്ലേ, നിങ്ങൾ അതിന് കൂട്ടുനിന്നില്ലേ? എന്നിട്ട് 6 മാസം അള്ളാഹ് അവധി കൊടുത്തു.
അള്ളാഹ് അവധി എന്തിന്? സത്യവസത്യത്തിന്റെ ഇടയ്ക്ക് അസത്യത്തിന്റെ ആൾക്കാരെ ശിക്ഷിക്കാനും നശിപ്പിക്കാനും അള്ളാഹ് 6 മാസം അവധി കൊടുത്തു. നിങ്ങൾ എന്റെ സീഡൊന്ന് കേട്ടോക്ക്. ഈക്കയുടെ വിധിയും സമസ്തയുടെ ഗതിയും അതിൽ പറഞ്ഞില്ലാണ്, വായിച്ചിട്ടുണ്ട്. എന്നിട്ടോ 6 മാസം കഴിഞ്ഞിട്ട് ഒരു കാദിയാനിക്കൊന്നും പറ്റിയില്ല, അല്ലാത്തവർക്കും പറ്റിയില്ല. അന്ന് തന്നെ താജുൽ ഉലമ പറഞ്ഞു, ഖമറുൽ ഉലമ പറഞ്ഞു, ഈ മുബാഹലയുമായി ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ബന്ധമില്ല. നിങ്ങൾ എന്ത് ചെയ്തു? മുജാഹിദ് ജമാഅത്തിന്റെ കൂടെ കൂടിയിട്ട് അതിൽ പങ്കെടുത്തു. അതിന്റെ ആൾക്കാർ 6 മാസം കഴിഞ്ഞിട്ട് ഒരൊറ്റ കാദിയാനിക്കൊന്നും പറ്റിയില്ല, ഇപ്പുറത്തുള്ളവർക്കും പറ്റിയില്ല. ദേശാഭിമാനിയില് യുക്തിവാദി ലേഖനം എഴുതി, പടച്ചോൻ ജീവിച്ചിരിപ്പില്ല, ദൈവം അനങ്ങിയില്ല എന്ന ഹെഡിങ്. ഇത് ഈ സമുദായത്തിന് സംഭാവന ചെയ്തവരല്ലേ നിങ്ങൾ? എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ കാദിയാനിയും പിഴച്ചവരുമാക്കി ചിത്രീകരിക്കാനല്ലേ ഈ പ്രസംഗം നടത്തിയത്? വേദനയോടെ ചോദിക്കട്ടെ, തീർന്നില്ല. ഇനി ഞാൻ വായിക്കാൻ പോകുന്നത് കേട്ടോളി. തീരുമാനം എടുക്കുമ്പോൾ ഒന്നായിട്ട് എടുക്കാലോ. ആത്മീയ വിഹായുസിലെ സൂര്യ തേജസ്. ഈ കെ ഉസ്താദിനെ പറ്റിയാ വായിക്കുന്നത്. ഈ കെ ഉസ്താദിനെ ആദരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇതിൽ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോ. ഒരു അറിയപ്പെട്ട പണ്ഡിതൻ മുറബിയായ ശൈഖിനെ പറ്റി അറിയിപ്പ് കിട്ടണമെന്ന ലക്ഷ്യത്തോടുകൂടി അജ്മീറിൽ കുറെ നാൾ താമസിച്ചു. ഒരു സ്ഥലത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തുകൊണ്ട് നീ ആ സ്ഥലത്ത് താമസിക്കുകയും ഈ കെ അബൂബക്കർ മുസ്ലിയാരുടെ അടുത്ത് ചെന്ന് ദുആ ചെയ്യിക്കുകയും വേണം എന്ന് അജ്മീറിൽ നിന്ന് സ്വപ്ന ദർശനമുണ്ടായി. ഉടനെ അദ്ദേഹം വെള്ളിമാട് കുന്നിൽ പോയി ശൈഖുനെ കണ്ടു. ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയും ശൈഖുന ദുആ ചെയ്യുകയും ചെയ്തു. ഈ സംഭവം ശൈഖുന എന്നോട് വിവരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ശരിക്കും മനസ്സിലാക്കണേ. ഇവര് അവിടെ എന്താ ചെയ്തത്? എ പി ഉസ്താദിന് ഇതിന്റെ വിഷയത്തിൽ സ്വപ്നം കണ്ട ചില സംഭവങ്ങൾ ഒരു അഹ്സരി പറഞ്ഞ സീഡിയുടെ ക്ലിപ്പ് കേൾപ്പിച്ചിട്ടാണ് ഇവരവിടെ കുറെ വേണ്ടാത്തത് പറഞ്ഞത്. ഞാൻ പറയാ, എ പി ഉസ്താദ് ഇങ്ങനെയൊക്കെയാണ് ഞാനിന്ന് പറഞ്ഞോ? എ പി ഉസ്താദ് പറയിച്ചതാണോ? എ പി ഉസ്താദ് പറഞ്ഞോ? ആരോ ഒരാള് എവിടെയോ സ്വപ്നം കണ്ടെന്ന് എവിടുന്നോ പറഞ്ഞതിന് എ പി ഉസ്താദ് ഉത്തരവാദിയാവോ? ഉണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ രണ്ടു കൂടിയിട്ടാ പറഞ്ഞു. എന്നാൽ സുഹൃത്തുക്കളെ, ഇവിടെ അങ്ങനല്ല. ഇവിടെ ഈ കെ ഉസ്താദ് തന്നെയാ പറയാൻ പോകുന്നത്. ശരിക്കും കേട്ടോ. ഈ സംഭവം ശൈഖുന എന്നോട് വിവരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അയാൾ എന്റെ അടുത്ത് വന്ന് ദുആ ചെയ്യിപ്പിച്ചു. പക്ഷേ ഞാൻ അജ്മീറിൽ സിയാറത്ത് ചെയ്തിട്ട് കുറെ കാലമായി. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആയിരിക്കണം നിങ്ങളെ ഖാജാത്തങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് മറച്ചു വെച്ചു. ഈക്കെ പറയാം, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ഇടയ്ക്ക് ഇവിടെ വന്ന് ശുബ്ഹകൾ തീർക്കാൻ വേണ്ടിയായിരുന്നു. അപ്പൊ ദുആ ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞത് മനസ്സിലുള്ള ശുബ്ഹകൾ തീർക്കുന്ന തർബിയത്ത്, ആ തർബിയത്തിന് വേണ്ടിയാണ് അയച്ചത് എന്നാണ് ഈക്ക പറഞ്ഞതായിട്ട് ഇവിടെ പറയുന്നത്. ഇങ്ങനെ പല വലിയ ഔലിയാക്കളും പല ആലിമുകളെയും ശൈഖുനയുടെ അടുത്ത് പറഞ്ഞയച്ചതായി വിവരങ്ങൾ എന്റെ അടുത്തുണ്ട്. ഒളവണ്ണ അബൂബക്കർ ദാരിമി, മുദരിസ് ദാറുസ്സലാം അറബി കോളേജ് നന്ദി, ആത്മീയ വിഹായസിലെ സൂര്യ തേജസ് ശൈഖുന ശംസുൽ ഉലമാ, അതിന്റെ പേജ് 111. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ കെ ഉസ്താദിന്റെ അടുക്കല് സുബ്ഹ തീർക്കാൻ വേണ്ടി അജ്മീർ എന്ന് പറഞ്ഞേക്കാണ്. അജ്മീറിൽ ശൈഖിനെ സ്വപ്നം കണ്ടിട്ട് അതാ സൂറയിൽ കാന്തപുരം ഉസ്താദ് ഉണ്ട് എന്ന് പറഞ്ഞതിനെയാ നിങ്ങൾ ചോദ്യം ചെയ്തത്. അത് പറഞ്ഞത് കാന്തപുരം ഉസ്താദ് അല്ല, മറ്റൊരാൾ സ്വപ്നം കണ്ട കഥ അദ്ദേഹം പറഞ്ഞതാണ്, മറ്റൊരാൾ ഉദ്ധരിച്ചതാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ കെ ഉസ്താദാണല്ലോ സുബ്ഹ നീക്കാനാണ് എന്റെ അടുക്കൽ അയച്ചതെന്ന് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞു നൂരിശാ തരീഖത്തിന്റെ പേരിൽ സമസ്ത തീരുമാനമെടുത്തത് തെർബിയത്ത് ബാധിച്ചത് കൊണ്ടാണെന്ന്. ഓ മൗലവി, ചോദിക്കട്ടെ, ഈ കെ ഉസ്താദ് സ്വന്തം തന്നെ സുബ്ഹ നീക്കാനാണ് എന്റെ അടുക്കൽ പറഞ്ഞതെന്ന് പറഞ്ഞതല്ലേ ഇവിടെ ഉള്ളത്. ഇനി നിങ്ങളോട് ഞാൻ പറയട്ടെ, ഒറ്റ യോഗം വിളിച്ചാ മതി, ബസ് ഫെയർ നിങ്ങൾക്ക് ലാഭം കിട്ടും. തീരുമാനം അന്നത്തെ സെക്രട്ടറിയായ ഈ കെ ഉസ്താദിനെ സംബന്ധിച്ചും തീരുമാനം ഇന്നത്തെ സെക്രട്ടറിയായ കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ചും ഒന്നായിട്ടെടുത്താ മതി കേട്ടോ, അല്ലാതെ വേറെ വേറെ തീരുമാനം വേണ്ട. എന്നാ പറയട്ടെ, നിങ്ങൾ ഇത് പഠിച്ചിട്ടില്ല. തെർബിയത്ത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ല. നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ എന്റെ CD ഉണ്ട്, കാതാ കക്കാടിനെതിരെയുള്ള CD, അതൊന്ന് വാങ്ങിക്കേട്ട് പഠിച്ചോ.
തെർബിയത്ത് എന്നതിന് ഇസ്തിലാഹിയായ വലിയ ഒരു പ്രയോഗമുണ്ട്, ഭാഷാപരമായ പ്രയോഗമുണ്ട്. അതാ നേരത്തെ അറബി മുറബി എന്ന് പറഞ്ഞത്. അപ്പോഴേക്ക് മുറബി എന്ന് പറയുമ്പോഴേക്ക് അതേ മേലാൽ വരുന്ന വിഷയം പറഞ്ഞോവർ, അതുപോലെ തന്നെ എന്റെ കണ്ണെപ്പോഴും ലൗഹില്ലതെന്നോവർ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ എന്ന് പറഞ്ഞ മക്കാമിലുള്ള തെർബിയത്തൊന്ന് വേറെയാണ്, പണ്ഡിതന്മാര് ചെയ്യുന്ന തെർബിയത്തൊന്ന് വേറെയാണ്. അതുകൊണ്ടാണ് സുഹൃത്തെ, ഞങ്ങളെല്ലാം തെർബിയത്ത് ഞങ്ങളെ ശിഷ്യന്മാരെ ചെയ്യുന്നുണ്ട്, ഞങ്ങളെ ഉസ്താദിമാരെ തെർബിയത്ത് ചെയ്യുന്നുണ്ട്. അത് മഹാന്മാർക്ക് വഫാത്തിന് ശേഷവും മുമ്പുമുണ്ട്. ഇതൊക്കെ സുന്നത്ത് ജമാഅത്ത് പഠിക്കാത്തതാണ്. നിങ്ങൾക്ക് പറ്റിയ മുഴുവൻ അബദ്ധങ്ങളും അല്ലാഹു നിങ്ങൾക്ക് പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. പറയട്ടെ, ഈ ഉസ്താദിനെ കുറിച്ച് നിങ്ങൾ നൂരിശയെ കൊണ്ടെടുത്ത തീരുമാനമെടുത്താൽ, കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ചെടുത്താൽ, ആ രണ്ട് മഹാന്മാർക്കും ഒന്നും സംഭവിക്കാനില്ല. തീരുമാനിക്കുന്ന നിങ്ങളെ ഫീസൂറും കേട്ടോ, വേറെ ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. ഇനി എന്താ ആയുട്ടാലെന്താ? ആയുട്ടാലെന്താന്ന് എനിക്ക് മനസ്സിലാക്കും. നമ്മളൊന്ന് ആയുട്ടാലെന്താ? ഇനി നമ്മളെ കൂരിയാട് നദിവിന്റെ കേട്ടവനെ ആ പ്രസ്താവനക്ക് എനിക്ക് പ്രചോദകമായത് ഈ തിരുകേശങ്ങളുടെ ആധിക്യം ഒന്ന് മാത്രമായിരുന്നു. ആയിരക്കണക്കിന് മുടികൾ കയ്യിലുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരാൾ അതിൽ നിന്നൊരു കഷ്ണം കേരളത്തിലെ ഒരാൾക്ക് നൽകി എന്നതായിരുന്നു വാർത്ത. ഞാൻ ചോദിക്കുന്നു, കൂരിയാട് നദി ആ വാർത്ത ഏത് പേപ്പറിലാണുള്ളത്? ആയിരക്കണക്കിന് മുടികളുള്ള ഒരാൾ കേരളത്തിലെ ഒരാൾക്കൊരു മുടി കൊടുത്തു എന്ന വാർത്ത ഏത് പത്രത്തിലാ വന്നത്? എതിരാളികൾ പടച്ചുവിട്ട ഏതെങ്കിലും വാചകങ്ങൾ, ഏതെങ്കിലും നെറ്റുകൾ, ഏതെങ്കിലും ലഘുലേഖകൾ, ഏതെങ്കിലും പത്രത്തിൽ ആരെങ്കിലും കൊടുത്തതാണോ നിങ്ങൾ ഉദ്ധരിച്ചത്? ചോദിക്കട്ടെ, ആ ശൈഖ് അഹമ്മദ് ഖസറജി ആയിരക്കണക്കിന് മുടിയുണ്ട് എന്റെ കയ്യിൽ, ഒന്ന് ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞ വാർത്തയുണ്ടോ? നിങ്ങൾ എന്തിനിങ്ങനെ കള്ളം പറയുന്നത്? അടുത്ത് വെക്കുവാനെ മുപ്പത്തൊരു പുതിയ ഉസൂലുണ്ട്, ആ ഉസൂൽ എന്ന് പഠിപ്പിച്ചാലേ. ഏതെങ്കിലും വിഷയം നാം വിശ്വസിക്കുന്നുവെങ്കിൽ, അംഗീകരിക്കുന്നുവെങ്കിൽ ഖണ്ഡിതമായ ജ്ഞാനം അതിൽ നമുക്കുണ്ടാകണം. അത് ഇല്ല എന്നതാണ് ഇവിടെ പരാമർശ വിഷയത്തിലുള്ള പ്രശ്നം. മൂപ്പര് പുതിയൊരു തീർച്ചയാക്കിയതാണ്. ഏതെങ്കിലും ഒരു വിഷയം വിശ്വസിക്കണമെങ്കിൽ ഖണ്ഡിതമായ തെളിവ് വേണോ? എന്നാൽ ഈ വാദക്കാർക്ക് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു നിങ്ങൾ ഓതിയ അതേ ആയത്തിന്റെ തഫ്സീറിൽ മറുപടി പറയുന്നു. എന്താ ആയത്ത്? അതേ ആയത്ത് എന്താണ്? വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന മസ്ഊലാ. ഈ ആയത്തിന് എന്താണ് വ്യാഖ്യാനം? ഒരുപാട് വ്യാഖ്യാനം ഉദ്ധരിച്ചിട്ടുണ്ട്. വിശ്വാസപരമായ അല്ലാഹുവിനെ കുറിച്ചോ സിഫത്തിനെ കുറിച്ചോ അത്തരത്തിൽ വരുന്ന വിഷയങ്ങൾക്ക് ഖണ്ഡിത തെളിവ് വേണം, ഹഖാണ്. അതേ സമയത്ത് മറ്റുള്ള കർമ്മപരമായ വിഷയങ്ങൾക്ക് അതുപോലുള്ള തവാത്തുർ കൊണ്ട് സ്ഥിരപ്പെട്ട തെളിവ് വേണോ? ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, അതേ ഖിയാസിനെ വിരോധി, ഖിയാസിനെ തള്ളുന്ന കക്ഷികൾ ഈ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. അതിന് മറുപടി പറഞ്ഞുകൊണ്ട് പറയാണ്, അന്നൽ ഹുക്മ ഫിദ്ദീനി, പരിശുദ്ധ ദീനിൽ ഒരു തീരുമാനമെടുക്കൽ, ബിമുജറദിൽ ലന്നി, ഖണ്ഡിതമായ ഇൽമു, മുതവാത്തിറായ നിലക്കുള്ള ഇൽമല്ല, മറിച്ച് ലന്ന് കൊണ്ട് അതേ കൊടുക്കുന്ന ഇൽമ്, ഹുക്മ് ജായിസും ബിഇജ്മാഇൽ ഉമ്മത്തി, സമുദായത്തിലെ ഒരു ഇമാമിനും ഒരാലിമിനും തർക്കമില്ല. അതേ വിധി പറയാൻ അങ്ങനെ ഖണ്ഡിതമാണെന്ന് പറയുന്ന തവാത്തുറിന്റെ അതത് റിപ്പോർട്ട് വേണ്ട. ഇനി മഹാനവറുകൾ അതിന് ഉദാഹരണം പറയുന്നു. കേട്ടോ കേട്ടോ അധികം പറയുമ്പോ നേരെ കൗലു ഹാദിഹി ദബീഹത്തി ദബീഹത്തൻ ലിൽ മുസ്ലിം മദ്ലൂനൻ ലാ മഅലൂമൻ വബിഅൻ വബിനാഉൽ ഹുക്മി അലൈഹി ജായിസ്. നമ്മളൊരു ഹോട്ടലിൽ കയറി നമുക്ക് ഇറച്ചിയോ മാംസം കൊണ്ടെത്തണം. അപ്പൊ ഇതാരാ അർത്ഥം പഠിച്ചോനെ? നമ്മളതിന്റെ സനതും നോക്കി പോണോ? ഇതാരാ അർത്ഥം നോക്കണോ? ഭൂമിയായ മനുഷ്യൻ കൊണ്ടെത്തന്നാൽ
ഹലാലായ ഇറച്ചിയാന്ന് മനസ്സിലാക്കി തിന്നുന്നതിന് കുഴപ്പമില്ല. നമുക്ക് 100% ഉറപ്പ് പറയാൻ കഴിയും. ഇതാരർത്ഥം നമുക്ക് ആളെ തന്നെ ഇരുന്നില്ല, മാംസം കിട്ടിയതുള്ളൂ. ഇനിയിപ്പോ നമ്മൾ ഇയാളെന്ത് ചെയ്യേണ്ടി വരും? നമ്മളെ കൂരിയാട് റോട്ടൽ കയറിയാല് സെനത് ചോദിക്കും, ഈ ഇറച്ചിന്റെ സെനതേതാ, ആരാ ഇത് അർത്ഥം? ഇനിയും ഇമാം റാസി പറയുന്നത് കേട്ടോ, അൽ ഹുക്മു, ശരിക്ക് കേട്ടോ, അൽ ഹുക്മു അല ശഖ്സിൽ മുഅയ്യനി ബികൗനിഹി മുഅ്മിനൻ മദ്നൂനുൻ. ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ സത്യവിശ്വാസിയാണ് എന്നതിന്റെ തെളിവ് ലന്നാണ്. അത് തവാത്തുർ കൊണ്ട് അറിയപ്പെട്ടതല്ല. അയാളെ കർമ്മങ്ങളും അയാളെ സ്വഭാവവും കണ്ടപ്പോ അയാൾക്ക് നമ്മൾ മയ്യിത്ത് നിസ്കരിക്കാണ്, നമുക്ക് ഉറപ്പുണ്ടോ അയാൾ മരിച്ചത് എങ്ങനെയാന്ന് ഉറപ്പുണ്ടോ? അങ്ങനെ ഒരു ഉറപ്പ് ആവശ്യമില്ല. പിന്നെയും മഹാനവറുകൾ പറയാണ്, പിന്നെ വലിഇതിമാദു അലാ സദാഖത്തിൽ അസ്ദിഖായി വഅദാബത്തിൽ അഅദാൽ കുല്ലുഹാ മദ്നൂന. ഒരാള് നമ്മളെ സ്നേഹിതനാണ്, അയാള് നമ്മളെ ചതിക്കൂല എന്ന നിലക്കൊരു സ്നേഹിതൻ ഒരു സാധനം തന്നാൽ അത് സ്വീകരിക്കുന്ന സ്ഥലത്ത് ഖണ്ഡിതമായ തെളിവ് ആവശ്യമില്ല, മറിച്ച് വന്ന് മതി. ഈ റാസിയൊക്കെ കണ്ടുപഠിച്ച പണ്ഡിതനാ കാന്തപുരം ഉസ്താദ്. അതുകൊണ്ടാണ് അഹമ്മദ് ഹസ്റജ് കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ കേസമാണെന്ന് പറഞ്ഞു തരുമ്പോ അവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ ഖണ്ഡിതമായ തെളിവ് ചോദിക്കേണ്ടതില്ല എന്നാ ഇമാം റാസിയുടെ പഠിപ്പിക്കുന്നത്. മൗലവിമാരെ, ഇനിയും 100 വിഷയം പറയാനുണ്ട്. എനിക്ക് ചോദിക്കട്ടെ, ഒരാളോട് ചോദിച്ചു, മോനെ നിന്റെ ബാപ്പാന്റെ പേരെന്താ? എന്റെ ബാപ്പാന്റെ പേര് ഫുലാൻ. എന്താ മോനെ തെളിവ്? സെനതുണ്ടോ? എനിക്ക് തെളിവ് ഉമ്മ പറഞ്ഞതാ. ഉമ്മ പറഞ്ഞേ മാത്രം തെളിവാ, അതെന്നെ തെളിവുള്ളൂ. അത് 100% ഖണ്ഡിതമായ തവാത്തുർ കൊണ്ട് സ്ഥിരപ്പെട്ടതാ. ഇല്ല, ഒറ്റ പെണ്ണ് പറഞ്ഞാ, കൂടുതൽ ആളൊന്നും പറഞ്ഞില്ല, ഒരു പെണ്ണ് പറഞ്ഞതാ. എന്നാ പിന്നെ ഉമ്മാനോട് സെനതി ചോദിക്കുക, ഉമ്മാനോട് പറയാ സാക്ഷി വേണം, കുറെ ആള് വേണം. എന്തിന്? എന്റെ ബാപ്പ എന്താണെന്നുള്ള തെളിവ്. ഇങ്ങനെ തെളിവ് കൊടുക്കാൻ കഴിയോ? ഇങ്ങനെ തെളിവ് വേണോ? എവിടുന്നാണ് നിങ്ങൾ ഇത് മനസ്സിലാക്കിയത്? ഇനി സുഹൃത്തുക്കളെ, അതേ റാസിയിൽ തന്നെ ആ ആയത്തിന്റെ തഫ്സീർ പറയുന്നുണ്ട്. കള്ളസാക്ഷി പറയരുത്, കള്ളം പറയരുത്, ഗീബത്ത് പറയരുത്. ഇതൊക്കെ ആ ആയത്തിന്റെ തഫ്സീറാണ്. ആ ആയത്തല്ലേ നിങ്ങൾ അള്ളാന്റെ ദീനിനെതിരെ ഓതിയത്, ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ട വിധിക്കെതിരെ ഓതിയത്? കൂരിയാട് നബിയോടാ പറയുന്നത്. ഇനി സുഹൃത്തുക്കളെ, ഇയാള് പറയുന്നു മർക്കസ് എന്ന് കൊടുത്ത ശൈഖ് കൊടുത്ത സ്ഥലത്തുണ്ടല്ലോ, അത് ആട്ടിനെ പട്ടിയാക്കുന്ന ഏർപ്പാടാണ്. ഇത് വെറുതെ ആട്ടിനെ പട്ടിയാക്കുന്നൊരു ഏർപ്പാടാണ്. ഷെയ്ഖ് അഹമ്മദ് ആട്ടിനെ പട്ടിയാക്കിയതാണ് മൂപ്പര് പറയാ. എന്നാൽ തീർന്നില്ല, അതായത് കേട്ടാ മതി. അടുത്ത വെക്കോനെ, ഈ മുടികൾ 100% വ്യാജമായ മുടിയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. കാരണം ഈ മുടിക്കെട്ടുകളുടെ ആദ്യം വെക്കുന്നത് ഒരു സംശയമില്ല. അയാൾ പറഞ്ഞു, എന്നാലും നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ മുടിയാകാനുള്ള ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കുരുത്തക്കേട് കെട്ടൂല. ഞാൻ പറഞ്ഞു, അങ്ങനെ സാധ്യത ഉണ്ടെങ്കിൽ എനിക്ക് പേടി ഉണ്ടാവും, പക്ഷെ ഇത് 100% നുണയാണ്, കെട്ടി ഉണ്ടാക്കിയതാണ് എന്ന് എനിക്ക് ഉറപ്പാ. ഉറപ്പ് കിട്ടണേ തവാത്തുർ കൊണ്ട് സ്ഥിരപ്പെടണമെന്ന് നിങ്ങളെ സുന്നി പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ പുസ്തകത്തിലില്ലേ? തവാത്തുർ കൊണ്ട് നിങ്ങൾക്കിത് നുണയാണെന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ നുണയാണെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞത് 100% നുണയാണ് കേട്ടോ. ഇനി രണ്ടാമത് പറയട്ടെ, തീർന്നില്ല. മൂപ്പര് പറയുന്നേ ഒരു രസമുണ്ട്. മുമ്പ് ഒരാൾക്ക് ഒരു പശുവിനെ വീണിട്ട്, അപ്പൊ അതിന്റെ തലക്കൊരു കയറുണ്ടേ. അപ്പൊ എന്ത് ചെയ്യുന്ന അറിയോ? എനിക്കൊരു കയറ് വീണ് കിട്ടിയിട്ടുണ്ട്, അതിന്റെ തലക്കൊരു പശുവുണ്ട്, അതിന്റെ ആ പശുവിനെ കൊടുക്കാൻ വിചാരിച്ചില്ല. ഇതുപോലെ മൂപ്പരൊരു പ്രസംഗം കേട്ടോളികൾ. ഇവര് പറയാണ് ഇതിന് സാക്ഷികളുണ്ട്, സാക്ഷികളൊക്കെ മൂപ്പര മകനും പേരമക്കളൊക്കെയാ, പിന്നെ കൂടെ വന്നിരണ്ടാണ് വീറുണ്ട്. അത് കേട്ടോളി, കോലൊന്ന് കേട്ടോ. അതിന് എന്നെ ആളുകളൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതിൽ 5 ആളുകളും മൂപ്പരും കുട്ടികളും പേരക്കുട്ടികളൊക്കെയാണ്. പേര് വായിച്ചാൽ അറിയാം. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു ഷെയ്ഖ് അഹമ്മദ്, റിയാദ് ഇബ്നു ഷെയ്ഖ് അഹമ്മദ്, മൻസൂർ ഇബ്നു ഷെയ്ഖ് അഹമ്മദ്, ഫാരിസ് ഇബ്നു ഷെയ്ഖ് അഹമ്മദ്. വേറെ കൂടെയുള്ള 2 ആൾക്കാരും. വേറെ കൂടുള്ള 2 ആൾക്കാരും തലക്കൊരു പശുവുണ്ട് കേട്ടോ. വേറെ കൂടുള്ള 2 ആൾക്കാരും കളവാ. വേറെ കൂടുള്ള 2 ആൾക്കാരല്ല, ലോക പ്രശസ്ത പണ്ഡിതനായ ബസ്സാം ഇബ്നു ബാറൂദ്. എത്ര കിതാബുണ്ട് അദ്ദേഹം എഴുതിയത്, എത്ര കിതാബിന് തഹരീഖ് അദ്ദേഹം. ആ മഹാനാണ് അതിൽ ഒപ്പിട്ട് ഉസ്താദിനോടുത്ത സനദിൽ. അദ്ദേഹം കൂടെ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ ശുദ്ധ കളവ്. അദ്ദേഹം മർക്കസിൽ വന്നിട്ടേ ഇല്ല.
കളവ് മാത്രം പറയാൻ ഞങ്ങൾ കോഴിക്കോട്ട് പരിപാടി അനിവക്കുവാനെ അതെ അത് അറബി വായിക്കുന്നുണ്ട് സനദിന്റെ സാക്ഷി ഒന്ന് വെച്ച് കേൾപ്പിച്ചു നോക്കുന്ന എല്ലാവർക്കും ബോധ്യം المشهود عليه من قبل الشيخ محمد ابن الشيخ أحمد آل هلال الخزرجي والشيخ رياض بن الشيخ أحمد آل هلال الخزرجي والشيخ منصور بن الشيخ أحمد آل هلال الخزرجي والشيخ فارس بن الشيخ أحمد آل هلال الخزرجي وفضيلة العالم المحقق الشيخ بسام محمد بارود وفضيلة الشريف سيد بن محمد قاضي التنواجيوي ബസ്സാം ഇബ്നു ബാറൂദ് അദ്ദേഹം ആരാ? ഈ സനദിൽ ഒപ്പിട്ട സാക്ഷി ഒപ്പിട്ട ബസ്സാം ഇബ്നു ബാറൂദ് ആരാ? എത്ര കിതാബ് എഴുതിയിട്ടുണ്ട് അദ്ദേഹം എന്നറിയോ? അബൂദാബിയിലെ മുജമ്മഉ സഖാഫിയിൽ ഉന്നത സ്ഥാനമുള്ള ലോകത്തറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് അദ്ദേഹമായൊരു സാക്ഷി ഒപ്പിട്ടത്. നിങ്ങൾ വിചാരിക്കുക ഈ സാക്ഷിപ്പാണ്? ഇനിയോ അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല, വന്നു നിങ്ങൾ വെറുതെ പറഞ്ഞ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല. ഇനിയിപ്പോ ഞങ്ങൾ താക്കാനാ? ഇനി ഞാനിട്ട് പറഞ്ഞുതരാം. മൂപ്പര് പറയുന്ന കുടുംബ സനദാണ് അവിടെ വായിക്കപ്പെട്ടത്. എന്റെ കയ്യിൽ ഒരു മുടിയുണ്ടായി, ആ മുടി നബിയിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞാൽ ഈ കുടുംബ സനദാണ് അവിടെ വായിക്കപ്പെട്ടിട്ടുള്ളത്. കുടുംബ സനദ് വായിച്ചാൽ എന്റെ കയ്യിലൊരു മുടിയുണ്ടായി, ആ മുടി നബിയിൽ നിന്ന് കിട്ടിയതാണ് എന്നതിന് സനദാകുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ അവർ ബാധ്യസ്ഥരാണ്. ഇങ്ങനൊരു വാചകം അദ്ദേഹം പറഞ്ഞതിന് നിങ്ങൾ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ഇങ്ങനൊരു വാചകം അദ്ദേഹം പറഞ്ഞിരുന്നു. പറയാത്ത വാചകം എങ്ങനെ നിങ്ങൾ അയാൾ വെച്ച് കിട്ടിയത് അശേഷത്തിന്റെ പേരിൽ? അങ്ങനെ വാചകാദ്യം കൽപ്പിക്കും. ഇനിയോ എന്താ ഇതിലുള്ളത്? എല്ലാവർക്കും അറിയാം. ഫഹാദാ സനദും മിന്നി അനൽ വാദിഉ സഹീഹി ഫീ ഖിതാമി എന്ന് പറഞ്ഞിട്ട് ഈ സനദ് ആദ്യം അള്ളാന്റെ മഹത്വം പറഞ്ഞ്, പിന്നെ റസൂൽ സല്ലല്ലാഹു മഹത്വം പറഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ട് ഫഹാദാ സനദും മിന്നി, ഇത് ഞാൻ കൊടുക്കുന്ന സനദാണ്. ഞാൻ ആരാ? അത് ഉപ്പാപ്പാന്റെ പേര്, അൻസാരികളുടെ പേര് വരെ, അത് സഹാബത്തിന്റെ പേര് വരെ പറഞ്ഞിട്ട് പിന്നെ സനദിന്റെ വാചകം ശേഷം വരികയാണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഞാൻ ഒന്നുകൂടി ശരിയാക്കി തരാം. അതും കൂടി ഒന്ന് ബാക്കിയൂടെ ഒന്ന് കേൾക്കട്ടെ. ഇയാള് പറയുന്നേ, ഇയാൾ ഒരാളെ മർക്കസ് പറഞ്ഞേച്ചോളൂ, അത് പറഞ്ഞേച്ച് എല്ലാ നിർദ്ദേശവും കൊടുത്തിട്ട് പറഞ്ഞേച്ചാണ് പോലും അയാൾ എന്ത് ചെയ്യാൻ നിർദ്ദേശം ഒന്നും പാലിക്കാതിരുന്ന് അതൊന്ന് വെച്ചുകൊടുത്തേ. സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കപ്പെട്ട നമ്മുടെ ഒരു പ്രവർത്തകൻ പോയി. അദ്ദേഹം പോകുന്നതിന് മുൻപ് തന്നെ ആ വിവരം എന്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് മാർഗദർശനങ്ങൾ നൽകിയിട്ടുണ്ടാണ്, ഇന്ന കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. പക്ഷേ അരി എത്ര എന്ന് ചോദിച്ചതിന് പയർ അഞ്ഞായി എന്നാണ് അവിടെ മറുപടി കിട്ടിയത്. പിന്നീട് നിങ്ങൾ സനദ് തരാമെന്ന് നേരത്തെ പറഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ വന്നത് എന്ന്, അതുകൊണ്ട് നിങ്ങൾ ഷെയ്ഖുനാനോട് ഒന്നുകൂടി ചോദിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നാ സനദ് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് വായിച്ചു കൊടുത്തത് ഈ വടക്കേ ഇന്ത്യൻ സനദാ. ഞാൻ ഈ കൂരിയാട് നദീവിനോട് ചോദിക്കുന്നത്, നിങ്ങളെ സനദ് തെക്കേ ഇന്ത്യൻ സനദാ? നദീവിന്റെ സനദ് ഉണ്ടല്ലോ, അത് തെക്കേ ഇന്ത്യൻ സനദോ വടക്കേ ഇന്ത്യൻ സനദോ? വടക്കേ ഇന്ത്യൻ സനദ് സനദാവൂല. അതേത് കിതാബിൽ പറഞ്ഞു വടക്കേ ഇന്ത്യൻ സനദ് സനദാവൂല? വടക്കേ ഇന്ത്യയിൽ നിന്ന് മഹാന്മാര് കൊടുത്ത് സർഫാക്കപ്പെട്ട മുടി, അതിന് വടക്കേ ഇന്ത്യയിലെ സനദ് എന്തെങ്കിലും ഉണ്ടാവുക? നിങ്ങളെ സനദ് തെക്കേ ഇന്ത്യൻ സനദാ? ഇനിയോ ഉപരതാ പറഞ്ഞേ, ഞാനേ നിങ്ങൾ കാണിച്ചു വന്നല്ലേ എന്ന് ഇയാൾ ചോദിച്ചു. ഇയാൾ പറഞ്ഞു, എന്നാ സുഹൃത്തുക്കളെ അങ്ങനെയൊന്നും പറഞ്ഞില്ല, അത് മറ്റേയാൾ എന്നെ വിശദീകരിക്കുന്നുണ്ട്, അത് ഞാൻ കേൾപ്പിച്ചു തരാ. അതിന് മുമ്പ് ഇയാൾ നമ്മളൊരു സഹീഹാക്കുന്നുണ്ട്, അതൊന്ന് കേട്ടോളി. അതാ ഇപ്പൊ ശരിക്കൊന്ന് തഹീക്കാക്കാൻ. അത് ബറക്കാത്ത് ഈ സാദാത്യങ്ങൾ കൊടുത്തു എന്നാണ് ആ സനദിനെ പറ്റി പറഞ്ഞത്. വല്ലാത്തൊരു സഫാഹത്തേനല്ലത്. ബറക്കാത്ത് ഈ സാദാത്യങ്ങൾ ഐദറുസി തങ്ങന്മാർ തന്നതാന്ന് പറഞ്ഞ മാതിരി, അല്ലെങ്കിൽ ബാലവി തങ്ങന്മാർ തന്നതാന്ന് പറഞ്ഞ മാതിരിയാണ്. ബറക്കാത്ത് ഈ സാദാത്യങ്ങൾ തങ്ങന്മാരെ വലിയൊരു പരമ്പര, അവര് തന്നതാന്നുള്ള സനദായോ? ഇന്നയാളിൽ നിന്ന് ലഭിച്ച, ഇന്നയാളിൽ നിന്ന് ലഭിച്ച, ഇന്നയാളിൽ നിന്ന് ലഭിച്ച സനദിന്റെ കോലം തിരിഞ്ഞ് നിങ്ങൾക്ക്. ഇനി ഞാൻ പറയാ, ഇത് നിങ്ങൾ പട്ടിക്കാടിന് കൊടുക്കുന്ന സനദാ, പട്ടിക്കാടിന് കൊടുക്കുന്ന സനദാണ്. അൽ ഇജാസത്തുൽ മുസ്നദ ലിൽ മുതമദ്ദീനൽ ഫായിസീന ഫിൽ ഇംതിഹാനിൽ മർസൂം ലിൽ മുഅല്ലിമീന തഹത്ത റിയായത്തി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. ഇതാര് കൊടുക്കുന്ന സനദാ?
സമസ്ത വിദ്യാഭ്യാസ ബോർഡ് കൊടുക്കുന്ന സെനത്. അപ്പൊ ഒരു കൂട്ടുണ്ടായ സെനതാവൂലെങ്കിൽ ഈ സെനതൊന്ന് മാറ്റി അച്ചടിക്കൂ മുസ്ലിയാമാരെ. അങ്ങനെ പറഞ്ഞു. സമസ്ത കൊടുത്ത സെനതാന്ന് പറയാൻ പറ്റൂലേ? അല്ലെങ്കിൽ സമസ്ത വിദ്യാഭ്യാസ ബോർഡ് കൊടുത്തു എന്ന് പറയാൻ പറ്റൂലേ? അത് സഫാഹത്താണെങ്കിൽ ആ സഫാഹത്ത് ആദ്യമുള്ളത് നിങ്ങളിലാണ്. സമസ്തയുടെ ഉലമാക്കൾ തന്ന സെനതാണ് എന്ന് പറയുന്നതിൽ ഒരു കുറ്റവും ഇല്ല. അത് നിങ്ങളെ സഫാഹത്താണ്. ഇനി ഞാൻ പറയട്ടെ, കഴിഞ്ഞില്ല. നിങ്ങൾ സെനത് ദാന സമ്മേളനം നടത്തുന്ന കൊല്ലം എത്രയായി? ചോദിക്കട്ടെ, സെനത് ദാന സമ്മേളനമാണോ സഫാഹത്ത് ദാന സമ്മേളനമാണോ? നിങ്ങൾ മറുപടി പറയണം. കാരണം ഞാൻ സെനതുകൾ വായിക്കാൻ പോവാണ്. നിങ്ങൾ എന്തേ സെനത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയത്? സെനത് എന്നത് റിവായത്തിന്റെ റിജാലിന് സെനത് എന്ന് പറയൂ. എന്നാൽ അതിന് മാത്രമേ സെനത് എന്ന് പറയൂ? അതിന് മാത്രമേ സെനത് എന്ന് പറയൂ? നിങ്ങൾ ഏത് സെനതായി ഇത് വാങ്ങിയത്? കേട്ടോ, പഠിച്ചോ. ഇതേതാ സെനത്? ഇത് ദയൂബന്ത് എന്ന് കൊടുക്കുന്ന സെനത്. അതേ സെനദുൽ ഫറാദിലി ദൗറത്തി തഫ്സീർ സെനദാണിത്. ശരിക്കും കേട്ടോ. ഇതിലെന്താ പറയുന്നത്? വൽ ആന ലിമാ തലബ അല്ലെങ്കിൽ ലമ്മാ തലബ മിന്നൽ ഇജാസത അജസ്നാഹു വകതബ്നാ ലഹു ഹാദിഹിൽ വറഖത ലിതകൂന സനദൻ വതദ്കിറ ഇൻദ മസ്സിൽ ഹാജ. അപ്പൊ ഇതാണ് ദയൂബന്ദിലെ സെനദ്. ശരിക്കും മനസ്സിലാക്കണം. ഈ സെനദ് വെച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇതിൽ റിജാലിന്റെ പേരുണ്ടോ? ഇതിൽ റിജാലിന്റെ പേരുണ്ടോ? ഇല്ല, ഇല്ല. കൊടുക്കുന്ന ഉസ്താദുമാരെ പേരല്ലാതെ ഇതിലതാ അങ്ങോളമുള്ള റസൂലുള്ള വരെയുള്ള പരമ്പര ഇതിലില്ല. അതുകൊണ്ട് ദയൂബന്ത് എന്ന് കൊടുത്ത സെനദ് സെനദല്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ എസ്കക്കാരാ? ഒന്ന്. ഇനി രണ്ടാമത് വായിക്കുന്നത് കേട്ടോ. ഹാദാ സനദു തഹ്സീലിൽ മൗലവിയിൽ ഫാദിലി ലിമദ്റസത്തിൽ ബാഖിയാത്ത് സാലിഹാത്ത് വേലൂര്. വേലൂരിന്ന് കൊടുക്കുന്ന സെനദ് സഫാഹത്താണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഇതിലെന്താ പറയുന്നത് കേട്ടോ? ഇതിലും പരമ്പരയില്ല. അല്ലാഹുവിന്റെ റസൂല് വരെയുള്ള അല്ലെങ്കിൽ ഇമാം വരെയുള്ള പരമ്പരയില്ലേ ഇല്ല. സെനദ് എന്ന് വ്യക്തമായി ഇതിൽ അച്ചടിച്ചിട്ടുണ്ട്. സെനദല്ലെന്ന് പറയാനൊക്കോ? ഇനി അതാ പോകട്ടെ പട്ടിക്കാട്. ആരാട്ടിനെ പട്ടിയാക്കുന്നത്? ആരാട്ടിനെ പട്ടിയാക്കുന്നത്? പട്ടിക്കാട് സെനദാ കാണിക്കുന്നത്. കേട്ടോ. ഹാദാ സനദു തഹ്സീലിൽ മൗലവിൽ ഫാദിലി അൽ അറബിയ്യ നൂരിയ അൽ ജാമിയ ഫൈലാബാദ്. പട്ടിക്കാടെന്ന് കൊടുക്കുന്ന സെനദ്, ഈ പട്ടിക്കാടെന്ന് കൊടുക്കുന്ന സെനദ് അൽ മൗലവി ഹുസൈനിക്കാണ് കൊടുക്കുന്നത്. ഇതെന്താ പറയുന്നത്? ഫയഖൂലു നാദിറുൽ ജാമിയത്തി നൂരിയത്തിൽ അറബിയ്യത്തി ഫീ ഫൈലാബാദ് മിൻ മുദാഫാത്തി പെരിന്തൽമണ്ണ വ അസാതിതുഹാ എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയാണ് അന്ന അഹാനാ ഫിദ്ദീനി സാലിഹി. അതെ, നാദിറി മാനേജറും പറയുന്നു വസാതിതുഹ, അവിടുത്തെ ഉസ്താദുമാരും പറയുന്നു അന്ന അഹാനാ ഫിദ്ദീനി സാലിഹി ഫുലാൻ, ഇന്നവരാള് എന്നിങ്ങനെ പറയാണ്. ലമ്മാ ഹസല ഇൻദനാ കുതുബു തഹ്സീലിൽ മൗലവിൽ ഫാദിലി حسب السلسلة المعينة من مجلس الشورى لسمست كيرلا جمعية العلماء درسا وبحثا وفاز في الامتحان السنوي بتاريخ إسراء وكان أهلا للإجازة أجزناه للبعض والافتاء وتدريس كتب المعقول والمنقول والفروع والأصول كما أجازنا مشايخنا عن مشايخهم رحمة الله عليهم. സമുദായത്തോട് മറുപടി പറയണം നിങ്ങൾ. പട്ടിക്കാടിന് ഇത്രയും കാലം കൊടുത്ത സെനദ് EK അബൂബക്കർ മുസ്ലിയാരാണ് ഇതിൽ ഒപ്പിട്ടത്. കോട്ടുമല ഉസ്താദാണ് ഒപ്പിട്ടത്. അതുപോലുള്ള അരിമീങ്ങളാണ് ഒപ്പിട്ടത്. അവര് കൊടുത്ത സെനദ് പട്ടിയാക്കിയതാണോ? ആട്ടിനെ പട്ടിയാക്കിയതാണോ? ഈ സെനദില് അതാ പരമ്പര ഇന്നയാൾ ഇങ്ങനെ പരമ്പര. എവിടെ കൂരിയാട് മൗലവി? എവിടെ പറ? സമുദായത്തോട് മറുപടി പറ. ഉണ്ടോ? അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന ഒരൊറ്റ സെനദിലും ഒരു പരമ്പരയും നിങ്ങൾ കൊടുത്തിട്ടില്ല. ഈ മേലെ സെനദ് അച്ചടിച്ചിട്ടുണ്ട്. EK ഉസ്താദ് വിവരമില്ലാത്ത ആളാ? സെനദ് കൊടുക്കാൻ അറിയില്ല എന്ന് പറയാൻ ധൈര്യമുണ്ട്. ഇനി ദാരിമീന്റെ സെനദ് വേണോ? അതുകൊണ്ട് ഇവിടെ ഏത് സെനാക്ക് വേണ്ടി? അപ്പൊ സെനദില് പരമ്പര പറയേണ്ടതില്ല. സെനദില് പരമ്പര പറയേണ്ടതില്ല. അതേ സമയത്ത് ഞാൻ മിസ്കാത്തിന്റെ മുഖദ്ദിമ ഓതാഞ്ഞിട്ടല്ല, അത് വേറെയുണ്ട് സെനദ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ സെനദ് മുഫസ്സല്, സെനദ് മുഖ്തസർ. ഈ സെനദ് മുഖ്തസർ അതാണ്
പേര് പരമ്പരയില്ലാത്ത സനത്. അതുകൊണ്ട് സനത് അല്ല എന്ന് പറയാൻ പറ്റൂല. മുടിക്ക് വേണ്ടി കൊടുക്കുന്ന സനത് ഒപ്പിട്ട് സാക്ഷി മുഖേന കൈമാറിയാൽ അത് സനത് തന്നെ. അല്ലെങ്കിൽ പറയൂ, ഓരോരുത്തരെയും സനത് കൊണ്ടുവാ. അതിൽ റിജാലിന്റെ പേരുണ്ടോ, റാവികളെ പേരുണ്ടോ? അങ്ങനെ പേരില്ലെങ്കിൽ അത് സനദല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയ ഇൽമാണ്? ചോദിക്കട്ടെ, കേരളത്തിലുള്ള കോടിക്കണക്കിന് ജനങ്ങളെ പട്ടിക്കാട് സനദുദാന സമ്മേളനം, നന്ദി സനദുദാന സമ്മേളനം എന്ന് പറഞ്ഞ് സനത് കൊടുക്കുന്ന സമ്മേളനം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആട്ടിനെ പട്ടിയാക്കിയതാണെന്ന് ഈ സമുദായത്തോട് പറയാൻ ധൈര്യമുണ്ടോ? സനത്. അപ്പൊ സനദില് റിജാലിന്റെ പേര് വേണമെന്നില്ല. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതും പഠിച്ചോ. സനദുമോയെ മുബാറക്. ഉസ്താദ് എന്ത് ചെയ്തു? നമ്മളെ ഇയാള് വന്നല്ലോ, ആര്? ഹുദവി. സനദ് കൊടുത്തു, സനദ് കാണിച്ചു കൊടുത്തു. സനദ് കാണിച്ചു കൊടുത്തില്ലേ? ഇതിന്റെ സനദ് സനദുമോയെ മുബാറക് വായിച്ച് കേൾപ്പിച്ചു കൊടുത്ത്. അപ്പൊ അയാള് എല്ലാം കേട്ട് എന്നിട്ട് ഉസ്താദ് പറഞ്ഞു, ഇതിന്റെ വിശദീകരിച്ച സനദ് എന്റെ അടുത്തുണ്ട് കേട്ടോ. ഇയാള് ഇതുപോലെ, ഓ ഇതെന്നെ മതി, ഇത് തന്നെ മതി എന്നവർക്ക് സമ്മതിച്ച് തിരിച്ചുപോയി. എന്നിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്തു? അവിടെ പോയ ബാക്കിയുള്ളവർക്ക് നിങ്ങളെന്തിനെ നമ്മൾ പറഞ്ഞേച്ച്, നിങ്ങളെന്തിനെ പറഞ്ഞേച്ചു? ഇവരെ മൗലവിന്ന് പലപ്പോഴും പറഞ്ഞ ഇത് കൊടുത്താൽ അഡ്രസ്സിങ് തന്നാ മതി. ഈ അഡ്രസ്സിലില്ലേ മോയമാർക്ക് ഇഖ്ബാൽ ബാവ സ്ഥലവുണ്ട്, എല്ലാം ഇതിലുണ്ട്, കാണിച്ചു കൊടുത്തതിൽ തന്നെ ഉണ്ട്. സ്ഥലമുണ്ട്, അഡ്രസ് ഉണ്ട്, സീലുണ്ട്. എന്നിട്ട് ഇത് കാണിച്ചു കൊടുത്തിട്ട് പിന്നെയും സനത് കാണിച്ചു കൊടുത്തില്ല. ഞാൻ സനദിൽ കാണിച്ചു കൊടുത്തു. ഇനി മുഫസ്സലായ സനത് വേണമെങ്കിൽ നിങ്ങൾ ഔദ്യോഗികമായി വാ. നിങ്ങൾക്ക് ലെറ്റർ ഹെഡില്ലേ, സീലില്ലേ, പ്രസിഡന്റ് ഇല്ലേ, സെക്രട്ടറി ഇല്ലേ, ഒരു സമസ്തയില്ലേ? അതിന്റെ ലെറ്റർ ഹെഡില് ഞങ്ങളെ സമസ്തക്ക് കത്ത് തരൂ. ഇതൊന്നും ഇതിന്റെ മുഫസ്സല് കാണണം, കത്ത് തരൂ, കാണിച്ചു തരാലോ. ഇനി അക്കത്തും കൊണ്ട് കാന്തപുരസ്ഥായുടെ തിരക്കിൽ കാണാണ്ടായി പോണ്ട. എന്റെ അടുത്ത് വന്നു, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ തങ്ങളുടെ കൈ നേരത്തെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫോണിലൂടെ അങ്ങോട്ട് പാസ്സാക്കണം. നിങ്ങൾ വിളിക്കുമ്പോ അങ്ങോട്ട് കൊണ്ടുതരണം. അതങ്ങനെ ഞങ്ങളെ മഹാന്മാരെ സനത് നിന്നിക്കാൻ നിങ്ങൾ അനുവദിക്കൂല, ഒരാളെയും അനുവദിക്കൂല. അല്ലെങ്കിൽ മൗലവിമാരെ ഒരാൾ പറഞ്ഞെന്തറിയോ, പത്രത്തിൽ പ്രസിദ്ധീകരിച്ചൂടെ? എന്നാ ചോദിക്കട്ടെ, പട്ടിക്കാട് സനത് പ്രസിദ്ധീകരിക്ക്, ഞങ്ങൾ ആ റാവികളെ റിവാച്ചിലെ റിജാലിനെ ഒന്ന് വായിക്കട്ടെ. നിങ്ങളൊന്ന് പത്രത്തിൽ പ്രസിദ്ധീകരിച്ച് ചെയ്തിട്ടുണ്ടോ നിങ്ങള്? അല്ലെങ്കിൽ കൊടുത്ത സനതല്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഞങ്ങൾ ഇതുവരെയും കൊടുത്ത സനതല്ല. ഈ കെ ഉസ്താദ് സനത് എഴുതി ഒപ്പിട്ട് സനതല്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ? എന്തെങ്കിലും പറഞ്ഞ് പരിപാടി നടത്തി പോയാ പോരാ. എന്താ സനത് എന്ന് പഠിക്കണം, സനദിന്റെ രൂപം പഠിക്കണം, എന്താ നസബ എന്ന് പഠിക്കണം. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി, സഹീഹുൽ ബുഖാരി, ആ ബുഖാരിയിൽ കാണാം ബാബു മബ്അസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവര് പറഞ്ഞു കുടുംബ സനദാ വായിച്ചു. കുടുംബ സനദോ? കുടുംബത്തിന്റെ സനദ്, കുടുംബത്തിന്റെ നിസ്ബ സനദ് ചിലപ്പോ പറഞ്ഞുകൂടാന്നല്ല, നസബ കേട്ടോ. ബാബു മബ്അസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാപ്പാരെ പേര് ബുഖാരിയിൽ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് ബിൻ ഹാസിം ബിൻ അബ്ദു മനാഫ് ബിൻ ഖുസൈ ബിൻ കിലാബ് ബിൻ മുറത്ത് ബിൻ കഅബ് ബിൻ ലുഅയ് ബിൻ ഗാലിബ് ബിൻ ഫിഹ്ർ ബിൻ മാലിക് ബിൻ നദർ ബിൻ കിനാനത്ത് ബിൻ ഖുസൈമത്ത് ബിൻ മുദ്രികത്ത് ബിൻ ഇലിയാസ് ബിൻ മുളർ ബിൻ സിയാദ് നിസാർ ബിൻ മഅദ് ബിൻ അദ്നാൻ. ബുഖാരി ബാബു മബ്അസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉപ്പാപ്പാരെ പേരിൽ എന്താ പറഞ്ഞത്? ഉപ്പാപ്പാന്റെ പേരിന് ഫതുൽ ബാരിയിൽ എന്താ പറഞ്ഞത്? സനദ് വസാഖൽ മുസന്നിഫു, മുസന്നിഫ് കൊണ്ടുവന്നു ഹുന ഇവിടെ അന്നസബ ശരീഫ്, റസൂലുള്ളാഹിന്റെ നസബ കൊണ്ടുവന്നു, റസൂലുള്ളാഹിന്റെ നസബ കൊണ്ടുവന്നു. അപ്പൊ ഉപ്പാപ്പാരെ പേരിന്റെ പേര് സനദ് എന്നല്ല, അതിന്റെ പേര് നസബ എന്നാണ്. അത് അഹമ്മദ് ഖസ്റജി വിവരമുള്ള ആളാണ്. അദ്ദേഹം സനദ് കൊടുക്കുമ്പോ ആ സനദിന്റെ തുടക്കത്തിൽ ഉപ്പാപ്പാരെ നസബ എഴുതി. ഇവര് വിചാരിച്ചു ഇതാണ് സനദ്. ഏത് ഉപ്പാപ്പാരെ പേരിനാ സനദ് എന്ന് പറയും. എന്തിനാ സനദ് എന്ന് പഠിക്ക്, എന്തിനാ നസബ എന്ന് പഠിക്ക്? എന്താ അർത്ഥം വെച്ചതോ? അർത്ഥം വെച്ചതാ രസോ? എന്താ വായിച്ചു നേരത്തെ കേൾപ്പിച്ചു. അതാ സനദ് മിന്നി അന. എന്നിട്ട് ഈശാറത്തിന്റെ ഇസ്മ പഠിക്ക്. ഈശാറത്തിന്റെ ഇസ്മ ഹാദാ, ഇത് ഇത് എന്ന് പറഞ്ഞാല് ഉപ്പാപ്പാന്റെ പേര് എന്നല്ല ഇതിന്റെ അർത്ഥം. ഹാദാണ് കൊടുക്കുന്നത്. ഏതുപോലെ പട്ടിക്കാടിന് കൊടുത്തില്ലേ,
ആ കൊടുക്കുന്ന ആദ്യം മുതൽ അവസാനം വരെ അതാ സനത്. ആ സനത് അതിൽ റിവായത്ത് ചെയ്യുന്ന റിജാലിന്റെ പേരുണ്ടോ? ഉണ്ടേ പറയില്ല, ഇല്ല എന്ന് പറ. അതായി തരുന്നത് അതിന് നെസബ പറഞ്ഞു. അതിന് ശേഷം സനദിന്റെ വാചകങ്ങൾ, ബാക്കിയുള്ള വാചകം ആദ്യം സലാത്തും സലാമും ഒരുപാട് സംഗതി പറഞ്ഞിട്ട് അതൊക്കെ വായിച്ചു കൽപ്പിച്ചേലേ. ഈ മുമ്പ് പറഞ്ഞ വിഷയങ്ങൾ എന്റെ ഉപ്പാപ്പമാരെ പേരടക്കം മുൻനിർത്തി ഞാൻ സാക്ഷിയാകുന്നു. അന്നീന കൽത്തു, ഞാൻ നീക്കിക്കൊടുക്കുകയാണ് ഇലാ ഫളീലത്തിൽ ആലിമിൽ ആമിൽ ശൈഖുൽ ജലീൽ അബൂബക്കർ ഇബ്നു അഹ്മദ് അൽ-മലൈബാരി. ശൈഖ് അബൂബക്കർ അവർക്ക് അതേ ഉസ്താദിന്റെ കുറെ ബഹുമാനം പറഞ്ഞിട്ടാ പറയുന്നു. അമാനത വഹിഫ്ള വസിയാനത വഖിദ്മത അസരിൻ അളീമിൻ അല്ലാഹുവിന്റെ റസൂൽ സയ്യിദുൽ അംബിയാ വൽ മുർസലീൻ من الآثار التي شرفني الله جل وعلا بانتقالها إلي بأسانيدها الصحيحة المتواترة المتصلة إلى الحضرة الطاهرة النبوية صلوات ربي وسلامه عليه وعلى آله وصحبه وسلم. പട്ടിക്കാട്ട സനദിൽ നമ്മൾ വായിച്ചതുപോലെ ഞങ്ങളെ ഉസ്താദുമാര് മുഖേന ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞതുപോലെ ശൈഖ് അഹ്മദും പറയുകയാണ്, ഞാനിതാ ശൈഖ് അബൂബക്കറിന് അതാ ഞാൻ നീക്കിക്കൊടുക്കുന്നു. എന്താ നീക്കുന്നത്? അതേ മിനൽ ആസാരി, അല്ലാഹുവിന്റെ റസൂലിന്റെ അവിടുത്തെ സൂക്ഷിപ്പുകളിൽ നിന്ന് അല്ലതീ ഒന്ന് ശറഫനില്ലാഹു ജല്ല വഅലാ, ആ തിരുസൂക്ഷിപ്പ് എന്നെ അള്ളാതിരിച്ചിരിക്കുന്നു. ബിന്ദിഖാലിഹ, അത് എന്നിലേക്ക് നീ വിരലുകൊണ്ട് എങ്ങനെ വന്നത്? ഇലയ്യ, എന്നിലേക്ക് ബിഅസാനീദിൽ മുസ്സഹീഹത്തിൽ മുതവാതിറതി അൽ മുത്തസിലതി, അതേ ഒരിക്കലും തന്നെ കണ്ണിമുറിഞ്ഞു പോകാത്ത മുതവാത്തിറായ, നിഷേധിക്കാൻ കഴിയാത്ത സഹീഹായ അതിന്റെ സനദുകളെ കൊണ്ട് എന്നിലേക്ക് എത്തിച്ചേർന്ന അതേ ഇലൽ എവിടത്തേക്ക് ചേരുന്ന സനദ് ഇലൽ ഹദറത്തി ത്വാഹിറത്തിൻ നബവിയ്യത്തി, അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ഹദറത്തിലേക്ക് സലവാത്തു റബ്ബി വസലാമുഹു അലൈഹി വഅലാ ആലിഹി വസഹബിഹി വസല്ലം. വസിഫത്തുഹു ശഅറത്തുൻ ശരീഫത്തുൻ മിൻ ശഅരി റൈസി ശരീഫി, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ തലമുടിയിൽ നിന്നുള്ളൊരു ബഹുമാനപ്പെട്ട മുടിയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ബിസിഫത്തി ദാഇമത്തിൻ ബിഅംദിൻ മിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിഅംദിൻ എന്നതിന്റെ മഅന അന്ന് വായിക്കുന്ന ഖാദി തന്നെ വായിച്ചല്ലോ, അല്ലാഹുവിന്റെ റസൂലിൽ നിന്നുള്ള കൽപ്പന പ്രകാരം ലിയഉമ്മൻ നഫഉ ബിഹി അലൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾക്ക് അതിന്റെ ഉപകാരം കിട്ടാനാണ്. വൽ ബറകത്തി അലൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് ബറക്കത്ത് കിട്ടാനാണ്. ബിമൂജിബി അഖദിൻ ബിഖാലിൽ അമാനതി, അതിന് അതാ ഈ അമാനത്ത് കൊടുക്കുന്നതിനുള്ള മുഴുവൻ ഗ്യാരണ്ടികളുടെയും നിബന്ധനകളും എല്ലാം പാലിച്ചുകൊണ്ടാണ് അൽ മുവഖ്ഖൈദ് ഒപ്പിടുന്നത്. അൽ ഖാമിസി മിൻ സഫറ, അതാ അൽ മുവസ്സഖി ഉറപ്പാക്കപ്പെട്ട നിലക്ക് സീലി വെച്ച് കൊടുക്കുന്നത്. വദാലിക ബിതാരീഖിൽ ഖാമിസി മിൻ സഫർ അൽ ഖൈർ, അത് സഫർ മാസത്തിലാണ്, 1432 എന്നിങ്ങനെ പറഞ്ഞ് പിന്നെയും മാസങ്ങൾ പറഞ്ഞിട്ട് അൽ മസ്ഊദി അലൈഹി, അതിന് സാക്ഷിയാക്കപ്പെടുന്നത് അതേ മിൻ ഖിബലി ശൈഖ് മുഹമ്മദ് ഇബ്നു ശൈഖ് അഹ്മദ് ആലി ഹിലാൽ ഖസ്റജി, അദ്ദേഹം ഒരു സാക്ഷി, രണ്ട് ശൈഖ് ദിയാബ് സാക്ഷി, മറ്റൊന്ന് മൻസൂർ സാക്ഷി, പിന്നൊന്ന് ഫാരിസ് സാക്ഷി, പിന്നെയോ അതൊക്കെ അദ്ദേഹത്തിന്റെ മക്കളും പേരമക്കളും എന്ന് അതാ കൂരിയാട് പറഞ്ഞില്ലേ. അഞ്ചാമത്തെ സാക്ഷിയാരി ഫളീലത്തുൽ ആലിമിൽ മുഹഖിഖ് ശൈഖ് ബസ്സാം മുഹമ്മദ് ബാറൂദ്, ലോക പ്രശസ്ത പണ്ഡിതനായ അതേ ബസ്സാം മുഹമ്മദ് ബാറൂദ്. രണ്ടാമത്തെ ഫളീലത്തു ശരീഫ് സയ്യിദി മുഹമ്മദ് തിൻവാജിവി, അങ്ങനെ മറ്റൊരു പണ്ഡിതൻ. ഈ 6 സാക്ഷികൾ മുഖേന അതാ കൊടുക്കുകയാണ്. എന്നിട്ട് അബേദാണ് ഇതാ കൊടുക്കുന്ന ആളോടുള്ള നിബന്ധന കൊടുക്കപ്പെടുന്ന ശൈഖ് അബൂബക്കർ നമ്മൾ വസിയ്യത്ത് ചെയ്യുന്നു,
ബിൽ ഹിർസി ശദീദി അലൈഹി, അതിന്റെ മേൽ അങ്ങേയറ്റം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. വഅൻ യുഖദ്ദിമഹു അലൻ നഫ്സി വൽ ബനീനി, സ്വന്തം ശരീരത്തെക്കാളും സ്വന്തം മക്കളെക്കാളും അതിന് പ്രാമുഖ്യം നൽകണം. വസ്സുരിയതി, സന്താന പരമ്പരകളെക്കാൾ പ്രാമുഖ്യം നൽകണം. വഅൻ യഹ്ഫദഹു വയസൂനഹു വയഹ്റുസുഹു, അത് ശരിക്ക് കാത്തു സൂക്ഷിക്കണം, അത് നന്നായി സംരക്ഷിക്കണം. വല്ലാഹു യസ്അദു അലൈഹി വയറാ, അല്ലാഹു അതിന് സാക്ഷിയാണ്, അല്ലാഹ് ഇത് കാണുന്നുണ്ട്. വഇന്നി അബ്റഉ ഇലൽ മൗലാ അൽ മുന്തഖിമിൽ ജബ്ബാരി മിമ്മാ ദാലിക, ഏത് നടപടിയും സ്വീകരിക്കാൻ കഴിവുള്ള അല്ലാഹുവിന്റെ മുന്നിൽ ഞാൻ പറയുന്നു, അതല്ലാത്ത വല്ലതും ഈ മുടിക്കെതിരെ പറഞ്ഞു പോയാൽ, ചെയ്തു പോയാൽ അല്ലാഹുവേ ഞാൻ ഉത്തരവാദിയല്ല. അല്ലാഹു തആല അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഫമൻ ബദ്ദലഹു ബഅദ മാ സമിഅഹു ഫഇന്നമാ യസ്ബഹു അലല്ലദീന യുബദ്ദിലൂനഹു ഇന്നല്ലാഹ സമീഉൻ അലീം വല്ലാഹു ഖൈറുസ് സാഹിദീൻ. والحمد لله رب العالمين وصلى الله على سيدنا مولانا محمد خاتم الرسل المكرمين وعلى آله وصحبه وسلم تسليما. ഇതാ സനദ്. എത്ര കറക്റ്റ് ആയിട്ടാണ് ഈ സനദ് കൊടുത്തത്. പട്ടിക്കാട് കൊടുക്കുന്ന സനദ് അത് ശരിയായ സനദാണോ അല്ല വ്യാജമാണോ പറ. അതിനേക്കാൾ എത്ര ഗൗരവത്തിലാണ് ഈ സനദ്, എത്ര സ്പഷ്ടമായിട്ടാണ് ഈ സനദ്. അപ്പോ പട്ടിക്കാട് കൊടുക്കുന്ന കാട്ടിനെ പട്ടിയാക്കിയതാണ് നിങ്ങൾ പറഞ്ഞല്ലേ. പറയുമ്പോ ആലോചിച്ച് പറയണം, പഠിച്ചിട്ട് പറയണം കേട്ടോ, പഠിച്ചിട്ട് പറയണം. എന്തൊക്കെ സഫാത്തായി ഇയാൾ പറഞ്ഞു, ഇതൊക്കെ ഇനിയിപ്പോ ഞാൻ പറയണം, ഇതെന്നെ പോരെ. ഇനി ഓരോ ഞാൻ മുഴുവൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇയാളെ ഓരോ വാക്കിന് ഞാൻ കണ്ടു സുഹൃത്തിമാ പറഞ്ഞ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇയാളെ പ്രസംഗം, ഈ കൂരിയാടിന്റെ പ്രസംഗം, മറ്റുള്ള പ്രസംഗം. സുബ്ഹാനല്ലാഹ്, ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് സമയം വളരെ വൈകിപ്പോയി. അതുകൊണ്ട് എന്തെല്ലാം 5 or 6 കേട്ട് മുടിയുണ്ട്, ആയിരക്കണക്കിന് മുടിയുടെ ഫോട്ടം കിട്ടിയിട്ടുണ്ട്. ഈ ഫോട്ടം കൊടുത്തു തരുന്ന ഒരു ഹുദവി, ഈ ഫോട്ടം കൊടുത്തു തരുന്ന ഹുദവിയെ രസമല്ല. അയാൾ അവിടെ പോയിട്ട് പങ്കെടുത്തിട്ട് ഇത് കണ്ടപ്പോ അയാൾ ചോദിച്ചു, ഒരു മുടി എനിക്ക് തരുമോ? അതിവിടെ ഉണ്ട് രേഖ, എനിക്ക് തന്നില്ല. അതാ പ്രശ്നം, അതാ പ്രശ്നം. എന്നിട്ട് ഇയാൾ പറയാ, അപ്പൊ തന്നെ അതിന്റെ വിശ്വസനീയതയിൽ സംശയം തോന്നി. സംശയം ചോദിച്ചു, ഒന്ന് എനിക്ക് തരുമെന്നാ പറയുന്നത്, എനിക്ക് വേണ്ടാന്നല്ലേ പറയാ. എന്നാൽ അതുകൊണ്ട് കഴിഞ്ഞോ? ഈ ഹുദവി അവിടെ പ്രസംഗിച്ചിട്ടുണ്ട്, പ്രസംഗിച്ച സീഡി എന്റെ അടുത്തുണ്ട്, ഇപ്പൊ കേൾപ്പിക്കൂല. നിങ്ങൾ എന്നെ പറഞ്ഞില്ലേ അവിടെ അനുമോദന പ്രസംഗം നടത്തി? അപ്പോ സംശയം തോന്നി, അള്ളാന്റെ റസൂലിന്റെ പേരിൽ പച്ച കള്ളം കാണിക്കുകയാണെന്ന് സംശയം ചോദ്യപ്പോ ഹുദവി അനുമോദനം നടത്തിയില്ലേ? നല്ല ഹുദവി ഉസ്താറായിട്ടുണ്ട്. സംശയം തോന്നിയപ്പോ റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറയാണ് തോന്നിയപ്പോ എന്ത് ചെയ്ത് അതിനൊരു അനുമോദനം നിങ്ങൾ പറഞ്ഞില്ലേ? ദാറുൽ ഹുദായിൽ നിന്ന് ബിരുദം നേടിയ അലവിക്കുട്ടി ഹുദവി ആ പറയപ്പെട്ട വീട്ടിൽ പോവുകയും അവിടെ അദ്ദേഹം ഒരു 5-8 മിനിറ്റ് പ്രഭാഷണം നടത്തുകയും ചെയ്തു. അതിന് സഹായകമായത് ഈ കക്ഷി നേരത്തെ ദാറുൽ ഹുദായിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇയാൾ അവിടെ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ആ ലോക്യം ബന്ധമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇയാൾക്ക് അറബിയിൽ സംസാരിക്കാനും കഴിയും. എന്നാളെ ഒരു അനുമോദന പ്രഭാഷണം എന്ന നിലക്ക് 5-8 മിനിറ്റ് അയാൾ സംസാരിക്കുകയും ചെയ്തു. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അനുമോദന പ്രസംഗം നടത്തിയത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സംശയം തോന്നുന്ന സംഗതിക്ക് അതൊന്നും എനിക്ക് തരുമോ എന്ന് ചോദിക്കാം. റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളത്തരാൻ തോന്നുമോ എന്ന് എനിക്ക് തരുമോ? ഏതാ റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളത്തരയില്ല, ഞാൻ കൂട്ടുകൂടാ എന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്യാ? കൊടുക്കാതിരിക്കുമ്പോ ഒരു അനുമോദനം, കൊടുക്കാണ്ടാവും ഒരു അനുമോദനം. യാ റബ്ബനാ, എന്തെല്ലാം നിങ്ങൾ പറഞ്ഞു കൂട്ടിയത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 2 ഷഹർ മുബാറക്, അത് ശരിയായ സനദിലൂടെ, മുഫസ്സലായ സനദുണ്ട്, മുഖ്തസറായ സനദുണ്ട്. ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദിന് കിട്ടി. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. കേരള മണ്ണ് അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുകേശം കൊണ്ട് അനുഗ്രഹീതമാക്കിയ പണ്ഡിതൻ അതാണ് ശൈഖുനാ കാന്തപുരം ഉസ്താദ്. രണ്ടാമതായി അതിന്റെ പുറമേ അൻസാരികൾ, അതേ പ്രമുഖരായ കുടുംബത്തിൽ ജനിച്ച
ഷെയ്ഖ് അഹമ്മദ് മുഹമ്മദ് ഹസൻ ഖസ്റജി നിങ്ങൾ ദാറുൽ ഹുദയിൽ കൊണ്ടുപോയി നിങ്ങളെ പ്രസംഗത്തിലില്ലേ പരിചയത്തുമ്പോ ഹുദവി അവിടെ കയറിയത് നിങ്ങൾ പറഞ്ഞില്ലേ? ഈ കക്ഷി നേരത്തെ ദാറുൽ ഹുദയിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇയാൾ അവിടെ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ആ ലോകം ബന്ധമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇയാൾക്ക് അറബിയിൽ സംസാരിക്കാനും കഴിയും. എന്നാളെ ഒരു അനുബോധന പ്രഭാഷണം എന്ന നിലക്ക് 5-8 മിനിറ്റ് അയാൾ സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ നിങ്ങളും കൂടി ബഹുമാനിച്ച് ആദരിച്ചു കൊണ്ടുപോയ ആ മഹാൻ ഇപ്പൊ നിങ്ങൾ പറയുന്നു അള്ളാന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറയുന്ന ആളാണ്. എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക്? എന്നിട്ടോ ആ അദ്ദേഹം കൊടുത്ത ആ മുടിയെ നിങ്ങളിപ്പോൾ ചോദിക്കട്ടെ, ചോദ്യം ചെയ്യുന്നത് വെറും അം യഹ്സുദൂനന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി. ഏകദേശ ഭിന്നതയുടെയും കാരണം ഖുർആൻ പറഞ്ഞില്ലേ, ബഗ്യം ബൈനഹും ബഗ്യം ബൈനഹും. അസൂയയല്ലേ സർവ്വ ഫിത്നയുടെയും കാരണം. അതല്ലാത്ത എന്തെങ്കിലും ഒരു മാനദണ്ഡം ഇതിനെ വിമർശിക്കാനുണ്ടോ? 5 or 6 കെട്ടുണ്ടെന്ന് പ്രസംഗിച്ചില്ലേ? നിങ്ങൾ 5-6 കെട്ട് കണ്ടിട്ടുണ്ടോ? 20,000 മുടിയുണ്ട് എഴുതിയില്ലേ ഒരു ചങ്ങാതി? ഇയാള് പോയിട്ട് പെണ്ണുങ്ങളെ മുടിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പെണ്ണുങ്ങളെ മുടി ഇങ്ങനെ എണ്ണിയതായേ 20,000 മുടി എണ്ണിയതാ? അള്ളാന്റെ ദീന് അത് കളിക്കാനുള്ളതാണോ സുഹൃത്തുക്കളെ? ഞാൻ വേദനയോടെ ചോദിക്കുകയാണ്, എന്തൊക്കെയായി ഇവര് പറഞ്ഞത്? ഞങ്ങൾക്കൊന്ന് കേൾക്കണം. ഞങ്ങൾക്ക് ഒറ്റ മുടിയാണ്, ഒറ്റ മുടി. സുബ്ഹാനല്ലാഹ്. ചിലര് മുടിക്ക് നീളണ്ടല്ലോ, മുടിക്ക് നീളം. എത്ര നീളം വരെ പറ്റൂ എന്നാ കിതാബിൽ പറഞ്ഞു? അത് പറഞ്ഞിരിക്കും. എത്ര നീളം വരെ പറ്റൂ അത് നിങ്ങളൊന്ന് പറ. നീളമൊക്കെ നമുക്ക് പറയാം, അമ്പലത്തിന്റെ നീളം, നീളത്തിന്റെ കണക്കു, അതിന്റെ റിപ്പോർട്ട് ഞാൻ പറഞ്ഞില്ല 34 മൊഴിയിൽ നീളത്തിന്റെ ഉണ്ട് കണക്ക് ഒക്കെ ഉണ്ട്. ഇനി ചോദിക്കട്ടെ, അബ്ദുൽ ഗനി ആബൽസി റളിയല്ലാഹു അൻഹു അന്ധവിശ്വാസിയാണെന്ന് പറയാൻ ധൈര്യമുണ്ട് നിങ്ങൾക്ക്? ഔലിയാക്കളെ നേതാവല്ലേ ആ അബ്ദുൽ ഗനി ആബൽസി റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് ഇന്ത്യ രാജ്യത്ത് 20ഓളം മുടികൾ സൂക്ഷിച്ച പണ്ഡിതന്മാരുണ്ടെന്നും അത്തരം ചില മുടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുമ്പോൾ അനങ്ങുന്നുവെന്നും അതിന് കവര് പൊട്ടുന്നുവെന്നും അത് നീളുന്നുവെന്നും പറഞ്ഞ വിവരം അബ്ദുൽ ഗനി ആബൽസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ട് അള്ളാഹുവിന്റെ റസൂല് വഫാത്തിന് ശേഷവും അവിടുത്തേക്ക് ഹയാത്തുണ്ട്, അതുകൊണ്ട് അവിടുത്തെ ചില മുടികൾ അങ്ങനെയാകുന്നതിൽ അല്പവും ബുദ്ധിക്ക് വിരുദ്ധമല്ല എന്ന് എഴുതി വെച്ചിട്ടില്ലേ? അത് സുന്നത്ത് ജമാഅത്തിന്റെ മഹാപണ്ഡിതനായ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു വാഹിറുൽ ബിഹാർ എന്ന കിതാബിൽ പറഞ്ഞിട്ടില്ലേ? ഇമാമിങ്ങളെയൊക്കെ അന്ധവിശ്വാസിയാക്കി തള്ളാനാണോ നിങ്ങളെ പുറപ്പാട്? അതുകൊണ്ട് നിങ്ങൾ പറ, അതാ അബ്ദുൽ ഗനി ആബൽസി അന്ധവിശ്വാസിയാണോ, കള്ളനാണോ? പറ. മുസ്ലിം സമുദായത്തോട് പറ. യൂസുഫ് നബ്ഹാനി തട്ടിപ്പുകാരനാണോ? നിങ്ങൾ പറ. ഇമാമിങ്ങളെ മുഴുവനും നിങ്ങളൊന്ന് ദുഷിച്ച് പറ. ഈ സമുദായം നിങ്ങളെ മനസ്സിലാക്കട്ടെ. അല്ലെങ്കിൽ ആ കിതാബുകളിൽ ഇല്ലെന്ന് നിങ്ങളൊന്ന് പറയൂ. ഞങ്ങളൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ സുന്നത്ത് ജമാഅത്ത് പഠിച്ചത് അത് ഞങ്ങളെ മുൻഗാമികളായ മഹാന്മാരിൽ നിന്നും അവരെ കിതാബിൽ നിന്നും അതാ പഠിച്ചതാണ്. കാരണം ഞങ്ങളെക്കാൾ ഖുർആൻ അറിയുന്നത് അവർക്കാണ്, ഞങ്ങളെക്കാൾ ഹദീസ് അറിയുന്നത് അവർക്കാണ്. ആ ഇമാമിങ്ങളെ അവലംബിക്കാതെ സുന്നിയായി ജീവിച്ച് സുന്നിയായി മരിക്കാൻ കഴിയൂല കേട്ടോ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ജല്ല ജലാലുഹു പറഞ്ഞില്ലേ, നിങ്ങൾ ആരെയും തെറ്റിദ്ധരിക്കണ്ട. നായനെ തെറ്റിദ്ധരിക്കാൻ പറ്റില്ല. ഫത്തുൽ മുഅ്മിനിൽ ഒരു ബക്കറ്റ് വെള്ളം ഒരു സ്ഥലത്ത് ഒരു നായ മുഖം കണ്ട് പൊക്കുന്ന ബക്കറ്റിൽ നിന്ന്, എന്നാൽ ആ വെള്ളം കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. എന്ത് ആ ബക്കറ്റിലെ വെള്ളത്തിൽ നായ മുഖം കുത്തുന്നത് കണ്ടിട്ടില്ല. നായ മുഖം ഇങ്ങനെ പൊക്കുന്നത് കണ്ടിട്ടില്ല. എന്നാൽ നമുക്ക് ആ വെള്ളത്തിൽ ഒതു കൊടുക്കാൻ പറ്റുമോ? പറ്റൂന്ന അവസ്ഥയാണ്. എന്താ കാരണം? നായ ഈ വെള്ളത്തിൽ കുത്തുന്നത് കണ്ടിട്ടില്ല. നിങ്ങൾ പറഞ്ഞില്ലേ ഖണ്ഡിതമായി തിരിഞ്ഞാലേ പറ്റൂ. ഖണ്ഡിതമായി തിരിഞ്ഞോ? നായ കുത്തിയിട്ടില്ല. പക്ഷേ അതുകൊണ്ട് ഒതു കൊടുക്കാം, നിസ്കരിക്കാം. അപ്പൊ അവിടെ ഈ നായയാണോ? നായ മുഖം കുത്തിയിട്ടുണ്ടോ? ഇല്ലേ? മുഖത്ത് നമ്മൾ കണ്ടില്ല. മുഖം കുത്തി നമ്മൾ കണ്ടില്ല. ബക്കറ്റിന് പൊക്കുന്ന തല പൊക്കുന്നേ കണ്ടിട്ടുള്ളൂ. എന്താ അതിന്റെ അർത്ഥം? ആ നായനെ പറ്റി നല്ല വിചാരിക്കണോ? നായനെ പറ്റി നല്ല വിചാരിക്കണോ? അത് മുഖം കുത്തിയില്ല വിചാരിക്കണം. ഇനി ഒരു പൂച്ച ഒരു നജസ് തിന്നുന്ന കണ്ടു, ഫത്തുൽ മുഅ്മിൻ തിന്നുന്ന കണ്ടു. ഒറ്റ കഴിഞ്ഞിട്ട് ആ പൂച്ച എന്ത് ചെയ്തു? പുറത്തു പോയി മടങ്ങി വന്നു. നമ്മളെ വെള്ളത്തിൽ മുഖം കുത്തി. എന്താ തിന്ന്? എലീന, നജസ്. നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റും. എന്താ മസല?
ഉപയോഗിക്കാൻ പറ്റുമോ? ആ പോയ സ്ഥലത്ത് ഒരു കുളമോ വെള്ളമോ ഉള്ള സ്ഥലത്ത് പോയിട്ടാ വന്നെങ്കിൽ ആ പൂച്ചനെ പറ്റി നല്ല വിചാരിക്കണം. മൂപ്പര് ഒതുവെല്ലാം എടുത്ത് മുഖെല്ലാം കൈകി വന്നാന്ന് വിചാരിക്കണം. മനസ്സിലായി? ആ പൂച്ചയെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇത് ഫത്വൽ മുന്നിൽ ഓതിയവരല്ലേ ഈ മുസ്ലിംമാര്? ഒരാളെ തെറ്റിദ്ധരിക്കാൻ പറ്റൂ? മുഹമ്മദ് ഹസൻ ഖസ്റജി, അൻസാരികളിൽപ്പെട്ട മുഹമ്മദ് ഹസൻ ഖസ്റജി, അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ അവിടെ മുടിയുണ്ടെന്നും ബഹുമാനാദരോട് സുലൈമാൻ പറഞ്ഞല്ലോ. അപ്പൊ ഈ അബൂദാബിയിലെ ഔഖാഫിന്റെ മന്ത്രി, ആ മന്ത്രി ലോക ജനങ്ങളെ വലിയ മഹാനായ, നിങ്ങൾ പറഞ്ഞുള്ള മഹാനാണ്, ആ മുഹമ്മദ് ഹസൻ ഖസ്റജിയും അദ്ദേഹത്തിന്റെ മകനും മുസ്ലിം സമുദായത്തിന്റെ പേരിൽ അള്ളാന്റെ റസൂലിന്റെ പേരിൽ ഒരു പച്ചക്കള്ളം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ. എന്റെ പേരിൽ മനഃപൂർവ്വം കള്ളം പറഞ്ഞവൻ നരകത്തിൽ സീറ്റുറപ്പിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നന്നായി അറിയുന്ന അതേ ഇവര് ഇങ്ങനെ ഒരു പച്ചക്കള്ളം റസൂലുള്ളാഹിന്റെ പേരിൽ പറയുമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ ചോദിക്കട്ടെ, പടച്ചവന്റെ കോടതിയിൽ ഈ മുഹമ്മദ് ബിൻ ഹസൻ ഖസ്റജി വന്നിട്ട് ഈ കൂരിയാട് മുസ്ലിയാരെയും കൂരിയാട് നദിയെയും അതുപോലെ തന്നെ അപ്പുറത്തെ കണ്ണാടി പറമ്പിനെയും അതേ അമ്പലക്കടവിനെയും ഒക്കെ പടച്ചവന്റെ റബ്ബിന്റെ കോടതിയിൽ അതേ ഖാസിമി നിങ്ങൾ വടക്കം വിചാരണ ചെയ്യുമ്പോ നിങ്ങളെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കേണ്ടതില്ലേ? അദ്ദേഹത്തിന്റെ ഒരു വാക്ക് ഞാനൊന്ന് കേൾപ്പിക്കട്ടെ. ആരെ? ഷെയ്ഖ് അഹമ്മദ് ഹസൻ ഖസ്റജിക്ക് ഇവിടെ മുടിയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ ഷെയർ മുബാറക്കിനെ സംബന്ധിച്ച് ഇവിടെ പ്രശ്നമുണ്ടായി എന്നറിഞ്ഞപ്പോ അദ്ദേഹം എഴുതിയ ഒരു ലെറ്റർ ഉണ്ട്. ആ ലെറ്ററിൽ എന്താ പറയുന്നത്? കുറേ എഴുതിയിട്ട് പറയാണ്, വായിക്കുന്നോ മനസ്സിലാക്കട്ടെ. അന്നഹു ലൗലാ മാ വജദ്നാ മിൻ മറാസിമിൽ ഉലമാഇ വമാ കതബൂഹു മിൻ സഹാദാതിഹിം അലാ മാ ഇൻദനാ മിൻ ആസാരിൻ നബവിയ്യത്തിൻ ശരീഫത്തിൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസൂക്ഷിപ്പുകളിൽ നിന്ന് നമ്മളടുക്കലുള്ളതിന് എത്രയോ മഹാന്മാരായ പണ്ഡിതന്മാർ സാക്ഷിപത്രം എഴുതിയതും അതുപോലെ തന്നെ അവരെഴുതി തന്നതും അങ്ങനെയൊക്കെ എനിക്കില്ലായിരുന്നുവെങ്കിൽ മാക്കാനലന അന്നൻസിബഹ, അതേ മാക്കാനലന നമ്മക്ക് പറ്റൂലായിരുന്നു അന്നൻസിബഹ, അതിനെ ചേർത്ത് പറയൽ ഇലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിലേക്ക് ചേർത്ത് പറയൽ. വഇന്ന ലിഹാദിഹിൽ ആസാരി, ഈ ആസാറുകൾ കൊണ്ട് ഫീ നുഫൂസിനാ, നമ്മളെ മനസ്സുകളിൽ ഉണ്ട് മിനത്തഅദീമിൽ കസീർ, വലിയ ബഹുമാനമുണ്ട്. വൽഹംദുലില്ലാഹ്, അങ്ങനെ ബഹുമാനിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹ് നമ്മളെ പെടുത്തിയല്ലോ. വശാഹദിനാ ബിബർകാതിഹാ ഫളിലം മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്നുള്ള എത്രയോ ഔദാര്യം ഇതിന്റെ ബറക്കത്തുകൊണ്ട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഇനി പറയുന്ന ഒരു വാക്ക് ശരിക്ക് ശ്രദ്ധിച്ചോ. വഅയ്യു ഇസ്ലാമിൻ വഅയ്യു ഈമാനിൻ യൻഫഉൽ മർഅ, ഏത് ഈമാനാണ് ഏത് ഇസ്ലാമാണ് ഒരാൾക്ക് ഉപകരിക്കുക? ഇദാ തഖവ്വല കദിബൻ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ കള്ളം കെട്ടി പറഞ്ഞാൽ ഏത് ഈമാനാണ് ഒരാൾക്ക് ഉപകരിക്കുക? ഏത് ഇസ്ലാമാണ് ഒരാൾക്ക് ഉപകരിക്കുക? വഅയ്യു ദുനിയാ തുറ വഅയ്യു ആഖിറത്തിൻ തുർജാ, റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം കെട്ടി പറഞ്ഞാൽ ഏത് ദുനിയാവാണ് അവന് കിട്ടുക? ഏത് ആഖിറമാവൻ പ്രതീക്ഷിക്കുക? ലിമൻ യക്ലിബു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറയുന്നവന് വയൻസിബു ഇലൈഹി മാ ലാ യുഅ്മിനു വലാ യഗ്ലിബു അലാ ഖൽബിഹി വഅഖ്ലിഹി അന്നഹു മൻസൂബുൻ ഇലൈഹി, അത് അല്ലാഹുവിന്റെ റസൂലിലേക്ക് ചേർക്കപ്പെട്ട ഒറിജിനലാണെന്ന് മനസ്സിന് പൂർണ്ണ വിശ്വാസമില്ലാത്ത ഒന്ന് ഇത് റസൂലുള്ളാഹിന്റെ വകയാണെന്ന് പറഞ്ഞാൽ അവന് എന്ത് ദുനിയാവാകട്ടെ എന്ത് ആഖിറമാകട്ടെ, നസ്അലുല്ലാഹ അൻ യുസല്ലിമനാ മിൻ കുല്ലി മക്റൂഹ്, അല്ലാഹു എല്ലാ വെറുക്കപ്പെട്ടതിൽ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. വയതഖബ്ബലു മിനാ കുല്ല അമലിൻ, എല്ലാ അമലും അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. വഖദ് കതബതു ഹാദിഹിൽ കിതാബത വഇൻ കാനത് തബീലതൻ റാജിയൻ മിനല്ലാഹി ഫീൽ ഖബൂൽ ലിയർജിഅ ലഹാ ബഅദുൽ ഇഖ്വാനി ഹത്താ യഅലമു അന്ന ഹാദിഹിൽ ആഥാർ അന്നബവിയ്യ
الموجودة عندنا في الخزانة الخزرجية لا يتطرق إلينا فيها شك أنها منسوبة إلى رسول الله صلى الله عليه وسلم. അതേ മുഴുവൻ ആളും അറിയട്ടെ, ഞങ്ങളെ കയ്യിൽ ഇവിടെ സൂക്ഷിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ തിരുശേഷിപ്പ് അതിലേക്ക് ഒരു സംശയവും ഒരിക്കലും കടന്നു വരാൻ വകുപ്പില്ല. വഅന്നഹു ഇൻദനാ ലികുല്ലി അസരിൻ കിതാബാത്തുൻ മുതഅദ്ദിദത്തുൻ ലിൽഉലമാഇ ഫീ മുഖ്തലഫിൽ ഉസൂരി മിമ്മാ യത്ലുജുൽ ഖൽബു വയൻഖലുഹു ഇലാ ഹാലത്തി റിളാ വൽ ഇത്മിനാനി വസ്തിഖതി ബിഹാദിഹിൽ ആസാരി. ഏത് പഠിക്കുന്നവനും ചിന്തിക്കുന്നവനും ഉറപ്പ് കിട്ടുന്ന നിലക്ക്, ഏത് ഉറപ്പും കിട്ടുന്ന നിലക്കുള്ള എല്ലാ രേഖകളും ഞങ്ങളെ കൈവശത്തിലുണ്ട്. വമിൻഹും മൻ യദ്കുറു റുയൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാസതൻ ഫി ആസാരിഹി ഹാദിഹി അല്ലതി ബൈന ഐദീനാ വലില്ലാഹിൽ ഹംദ്. ഞങ്ങളെ ഈ ആസറുകളുമായി ബന്ധപ്പെട്ട പലരും അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടത് വേറെയുണ്ട്. വതരീഖുനാ ഇലല്ലാഹ്. ഞങ്ങളെപ്പറ്റി അല്ലാഹു റസൂൽ കള്ളം പറ്റി എന്ന് പറയുന്ന കൂട്ടരുണ്ടല്ലോ, അവരെ പറ്റി ഞങ്ങളെ നയം എന്താ നമുക്ക് പറയാം. അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മളെ വഴി എന്താന്ന് ചോദിച്ചാൽ ലാ നുജർരിഹു അഹദൻ, ഒരാളെയും കുറ്റം പറയാൻ നമ്മളില്ല. വലാ നന്തഖിദു അഹദൻ, ഒരാളെയും വിമർശിക്കാൻ നമ്മളില്ല. വലാ നത്തഹിമു മുഅ്മിനൻ ഫീ ദീനിഹി, ഒരു മനുഷ്യരെയും അവന്റെ ദീൻ കാര്യത്തിൽ നമ്മൾ തെറ്റിദ്ധരിക്കാനില്ല. വനസ്അലുല്ലാഹ അൻ യർസുഖനാ സിഫത നബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ആ മഹത്തായ വിശേഷണം അല്ലാഹ് നമ്മക്കും തരാൻ നമ്മൾ ഇതാ റബ്ബിനോട് ചോദിക്കുന്നു. വഹിയ അന്നഹു സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹബിഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പതിവ് യുകാഫിഉ ബിൽ ഹസനത്തി സയ്യിആ, നന്മ കൊണ്ട് തിന്മയെ നേരിടലാണ്. വനൽതസിമു ബി അദബിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അദബ് അത് നമ്മൾ പാലിക്കുന്നു. അതേ ഇൻദമാസു ഇലയാ അബാ അബ്ദുല്ലാഹ് ഇദാ കാനൽ ഹഖ് മഈ ഫൗജാദിലു അൻഹു, അതേ ഞാൻ സത്യം എന്റെ അടുക്കലാണ്, ഞാൻ തർക്കത്തിന് വിവാദത്തിന് ഇറങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോ മാലിക് ഇമാം പറഞ്ഞില്ല, നിങ്ങൾ വിവാദത്തിന് പോകണ്ട. വലാകിൻ ഖുലിൽ ഹഖ് ഫൈൻ ഖബില മിൻക വഇല്ലാ ഫസ്കുത്, നിങ്ങൾ സത്യം അങ്ങ് പറഞ്ഞു, സ്വീകരിക്കുന്നേ സ്വീകരിച്ചോട്ടെ, ഇല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരുന്നു. മാലിക് ഇമാം പറഞ്ഞ ഈ നയത്തിലാ നമ്മളുള്ളത്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിൽ കരീം സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഹസറനാ മഅഹും വഹുവ അർഹമുർ റഹീമീൻ. റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ ആലിന്റെ കൂടെ അല്ലാഹ് നമ്മളെയും ഒരുമിച്ച് വിട്ടിട്ട് അവൻ അർഹമുർ റഹീമീൻ ആണല്ലോ. ആരായി എഴുതപ്പെടുന്നത്? ഖാദിമുൽ ആസാരി നബവിയ്യത്തി ശരീഫ അദ്ദക്തൂർ അശൈഖ് അഹ്മദ് ഇബ്നുൽ ഇമാം മുഹമ്മദ് ആൽ ഇലാൽ ഖസ്റജി അമീറുൽ അൻസാർ അബൂദബി 3 റബീഉൽ ആഖിർ 1932 8 മാർച്ച് 2011. സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇതേതാ മാസം? ഏപ്രിൽ അല്ലേ? അപ്പൊ ഇവിടെ കേരളത്തിൽ വേണ്ടാത്ത വിവാദം വലിച്ചിട്ട മഹാനവറുകൾ ഒക്കെ അല്ലാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക, ഇമാമിങ്ങളുടെ മാതൃക പറഞ്ഞുകൊണ്ട് എഴുതിയ കത്താണ് ഞാൻ വായിച്ചത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് തമാശയല്ല, ഇത് തമാശ കളിക്കാനുള്ള വിഷയമല്ല. അല്ലാഹുവേ, എല്ലാവർക്കും നീ സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കണം റഹ്മാനെ. ശുദ്ധമായ കളവും തെറ്റിദ്ധാരണകളും പറഞ്ഞു മുസ്ലിം ഉമ്മത്തിനിടയിൽ ഒരു പുതിയ വിവാദം വരിച്ചു. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് ഏത് യുക്തിവാദിയുടെയും ഏത് നിരീശ്വരവാദിയുടെയും ഏത് മതവിരോധിയുടെയും മുന്നിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച്, അവിടുത്തെ ആദരവിനെ സംബന്ധിച്ച് ഒരു വിവാദം സൃഷ്ടിച്ച് അതിലൂടെ സംഘടനാ പ്രവർത്തനം നടത്തുന്ന, അതിലൂടെ അസൂയ പ്രകടിപ്പിക്കുന്ന, അതിനേത് കളവും ഏത് കബളിപ്പിക്കലും നടത്തുന്ന ഈ കക്ഷികളുടെ സെറിൽ നിന്ന് ഈ ഉമ്മത്തിനെ നീ കാക്കണം റഹ്മാനെ. അതിനൊരുങ്ങിയ മുഴുവൻ ആളുകൾക്കും ഹിദായത്ത് കൊടുത്ത് നീ അവരെ നന്നാക്കണം റഹ്മാനെ. ഞാൻ
എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളോട്, സഹപ്രവർത്തകരോടൊരു വസിയത്ത് ചെയ്ത് നിർത്തട്ടെ. വളരെ ശ്രദ്ധിച്ചേ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. കഅബത്തിന്റെ താക്കോല് ഖാലിദതൻ ഖാലിദ, ഖിയാമത്ത് വരെ അബൂ തൽഹത്തുൽ ഹജ്ബി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽ നിൽക്കാൻ അല്ലാഹുവിന്റെ റസൂൽ അന്ന് തന്നെ പറഞ്ഞതാ, വൈദ് പറഞ്ഞതാ. അത് പിന്നെ കാന്തപുരസ്ഥാനത്ത് വെറ്റേന്ന് ദ്വാരക്കാൻ പാടും. ഇനി മേലിൽ അങ്ങനത്തെ ഒരു പ്രസംഗം നമ്മളെ കൂട്ടുന്ന ഒരാൾ പ്രസംഗിക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞു, അല്ലാതെ അദ്ദേഹത്തുള്ള വെറുപ്പല്ല. അള്ളാഹു അദ്ദേഹത്തിന് നമുക്കൊക്കെ പുറത്തേട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് മഹാനവറുകളോടുള്ള കടപ്പാട് തീരാത്ത കടപ്പാട്, ഈ ഉമ്മത്തിന് ചെയ്ത സേവനം അത് പറഞ്ഞാൽ തീരാത്ത കടപ്പാടാണ്. ഈ പാവപ്പെട്ട എന്റെ സർവ്വ പുരോഗതിയിലും അവിടുത്തെ വാക്കുകളും ഉപദേശങ്ങളും പേരോടെ പ്രസംഗം കഴിഞ്ഞ് വയത് കഴിഞ്ഞിട്ട് വരുമ്പോ പല സ്ഥലത്തും ആളുകൾ ഹദിയ തരും. എത്ര കിട്ടിയത് നീ എണ്ണി നോക്കരുത് കേട്ടോ. ഞാൻ എന്റെ ജീവിതത്തിൽ എണ്ണി നോക്കാറില്ല. കാരണം പിന്നൊരു സ്ഥലത്ത് വിളിക്കുമ്പോ കൂടുതൽ കിട്ടിയ സ്ഥലത്ത് പോകണം, അല്ലാത്ത സ്ഥലത്ത് പോണ്ടാന്ന് ശൈത്താൻ കളയും എന്ന് എന്നെ വസിയ്യത്ത് ചെയ്ത എന്റെ ഉസ്താദാണ് ശൈഖുന കാന്തപുരം ഉസ്താദ്. അല്ലാഹു എവിടത്തേക്ക് നീ ദീർഘായുസ് കൊടുക്കണം റഹ്മാൻ. സുഹൃത്തുക്കളെ, എനിക്ക് ഒരുപാട് പറയാണ്ടായിരുന്നു. കൂരിക്ക് തങ്ങളല്ലാതെ ഇവർ പ്രസംഗിച്ചില്ലേ? തങ്ങന്മാരൊക്കെ തങ്ങന്മാരല്ലാതെ കൂരിക്കുഴി തങ്ങളല്ലാതെ പ്രസംഗിച്ചില്ലേ? ഇവിടെ തൃശൂർ ജില്ലയിൽ കൂരിക്കുഴി എന്ന സ്ഥലത്ത് കുറെ കാലം സലാത്ത് നടത്തിയ ഒരു കൊട്ടേഷൻ തങ്ങൾ ഉണ്ടായിരുന്നു. അയാൾ തങ്ങൾ അല്ല, അയാളെ തങ്ങളാക്കിയത് വേറെ ചില ആളുകളാണ്. ഇനി ഞാൻ അവരെ പേര് പറയുന്നില്ല. ഞാൻ ചിന്തിക്കണം. തങ്ങളല്ല, അത് വീട്ടിലെ കോയയാണ്. ജില്ലയായ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, എന്റെ ഉപ്പയുടെ പരമ്പരയും എന്റെ ഉമ്മയുടെ പരമ്പരയും എന്റെ ഉമ്മയുടെ ഉമ്മയുടെ പരമ്പരയും എനിക്ക് വ്യക്തമായി പറയാൻ സാധിക്കും. സയ്യിദ് മുഹമ്മദ് മൗല തങ്ങളുടെ അഥവാ കണ്ണൂരിലുള്ള തങ്ങളുടെ 4ാമത്തെ പിതാവിന്റെ സഹോദരന്റെ 5ാം തലമുറയിലെ പേരക്കുട്ടിയാണ് വിനീതനായ ഞാൻ. ഈ സനത് ശരിയല്ല, സത്യമല്ല, വെറും ഒരു കോയയാണ് എന്ന് ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അവർ ഞാൻ ജീവനോടുകൂടെ ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ഖബറിലൊന്നുമല്ല, വേറെ എവിടെയുമല്ല. എന്റെ അഡ്രസ്സും എന്റെ പേരും എല്ലാം അറിയുന്നതാണ്. അവർക്ക് വരാൻ ചർച്ച ചെയ്യാം. ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ പറയുന്ന സനതൊന്നും ശരിയല്ല, നിങ്ങളെ സനതുകളും നിങ്ങളെ രേഖകളും ഇന്നതാണ്, നിങ്ങളെ മഹാന്മാർ ഇന്നതാണ് എന്ന് ആരെങ്കിലും രേഖാമൂലം എനിക്ക് വരികയാണെങ്കിൽ അൽഹംദുലില്ലാ, അത് ഞാൻ സ്വീകരിക്കാനും തയ്യാറാണ് എന്ന് സമൂഹത്തോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് വിവരമില്ലാത്ത കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജനങ്ങളെ മുമ്പിൽ പറഞ്ഞ് ഈ സമുദായത്തിനിടയിൽ ചിത്രതകൾ ഉണ്ടാക്കരുത് എന്ന് വിനീതമായി പണ്ഡിതന്മാരോടും അല്ലാത്തവരോടും ഓർമ്മപ്പെടുത്തി. എന്നിട്ട് തങ്ങൾ അവർ ഉപ്പാപ്പാന്റെ പേര് വന്നില്ലേ? ഇവർ ഇന്ന് വരെ ഒറ്റപ്പെടിച്ചോ? തങ്ങളല്ലാന്ന് പറയാൻ പറ്റും ഒരാളെ പറ്റി? ഞാൻ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ കോടതിയിൽ നിൽക്കുമ്പോ, റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ ചെല്ലുമ്പോ, എന്റെ ഒരു മകനെ നീ മകനല്ല എന്ന് പറഞ്ഞില്ലടോ എന്ന് പറഞ്ഞാൽ ഹൗദുൽ കൗസറിന്റെ അടുത്തുനിന്ന് എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുമ്പോ തോവാക്കിയത് കാര്യമുണ്ടോ? ഇവർക്ക് സനതുണ്ടായിരുന്നു, അതിന് സനതുണ്ടാ? തങ്ങളല്ലാന്ന് പറയാം, അല്ലാന്ന് പറയാൻ സനത് വേണ്ടേ? അങ്ങനെന്ന് പറയാൻ മാത്രം മതിയോ സനത്? എന്തു വകയില പറഞ്ഞത്? എന്തും പറയല. അള്ളാന്റെ ദീന് സംഘടനയുടെ നേതാവായി വിചാരിച്ചിട്ട് എന്തും പറയല. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ അറിവില്ലാതെ പറഞ്ഞു അള്ളാഹു ദീനിന് പുറത്തു കൊടുക്കണം. ഇനി മേലിൽ അങ്ങനത്തെ ഒരു പ്രസംഗം നമ്മളെ കൂട്ടുന്ന ഒരാൾ പ്രസംഗിക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞു, അല്ലാതെ അദ്ദേഹത്തുള്ള വെറുപ്പല്ല. അള്ളാഹു നല്ല അള്ളാഹു അദ്ദേഹത്തിന് നമുക്കൊക്കെ പുറത്തു തരട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ശ്രദ്ധിക്കണം. ദീൻ കൈകാര്യം ചെയ്യുമ്പോ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യും.